Good evening, students. Good evening, sir. Good evening, sir. Okay. Good evening, sir. Good evening. Good evening. Angel, Adil Mujib, Grace, Akmal. ഇടിക്കണാവട്ടെ. ശരി. ഓക്കെ. ബുക്കൊക്കെ അടച്ചു വെച്ചേ. സാറെ വിളിച്ചായിരുന്നോ? നിന്റെ വീഡിയോ ആണല്ലോടാ. ഓണൊക്കെ നിൽക്കുമായിരുന്നു. ഞാൻ റൂമിലേക്ക് കയറണേ ഉള്ളൂ. അതാ നേരത്തെ എത്തട്ടോ. ശരി. ബുക്കൊക്കെ അടച്ചു വെച്ചേരെ. NCR ഫോർമുല കേട്ടോ. വാല്യൂ ഓഫ് NCR ഫോർമുലയാണ് ഉദ്ദേശിക്കുന്നത്. NCRന്റെ ഫോർമുല എന്താ ഗ്രേസ്? NCRന്റെ ഫോർമുല N factorial ആ divided by R factorial by N minus R factorial. ഒന്നുകൂടെ പറഞ്ഞേ. N factorial by R N factorial by R factorial into N minus R factorial. N minus R factorial. N factorial by R factorial into N minus R factorial. NCR. Then value of 10C8 എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ കേട്ടോ. ഫൈനൽ ആൻസർ വേണമെന്നില്ല. വാല്യൂ ഓഫ് 10C8 എന്താ ആദിൽ മുജീബേ? വാല്യൂ ഓഫ് 10C8 Sir, 10 factorial by 8 factorial into 10 minus 8 factorial. 10 factorial by 8 factorial into 10 minus 8 factorial 2 factorial. ശരി ശരി. ഓക്കെ. അത് എളുപ്പത്തിൽ എഴുതാനായിട്ട് വേറൊരു മാർഗം പറഞ്ഞെന്ന് പറഞ്ഞല്ലോ ഫാത്തിമ സലീമേ. എളുപ്പത്തിൽ എഴുതാൻ ഒരു മാർഗം പറഞ്ഞെന്നായിരുന്നു. 10C8 ചോദിച്ചാ 10 into 9 into 8. 10 into 9 into 8 into 7 into 6 into 8. അതാണ് എളുപ്പം. 8 ഇതാണ് എളുപ്പത്തിൽ എഴുതണത്. എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാന്നല്ലേ ഞാൻ ചോദിച്ചത്. എളുപ്പത്തിൽ എങ്ങനെയാന്ന് കണ്ടുപിടിക്കാനായിട്ടൊരു മാർഗം പറഞ്ഞു തന്നല്ലോ ഇന്നലെ. 10C2 ഏതാണെങ്കിലും എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ടൊരു മാർഗം. 8 പ്രാവശ്യം 10 ഞാൻ പറഞ്ഞല്ലേ. ഇപ്പൊ 10C2 ആണെങ്കിൽ 10 into 9 by 1 into 2 എന്നല്ലേ. 10 into 9 by 1 into 2. ശരി. അങ്ങനെയല്ലല്ലോ പറഞ്ഞത് ആദ്യം. അങ്ങനെയൊന്നുമല്ല. എനിക്ക് ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ 10C8ന്റെ കാര്യം പറഞ്ഞ. 10 into 9 by 1 into 2 ആണ് 10C8. 10C8 ആണ് പറഞ്ഞതല്ലേ. ഓക്കെ. 10C8 ആണ് പറഞ്ഞത്. ഓക്കെ ശരി. 10C8 ചോദിച്ചാലുണ്ടല്ലോ അത്തരം പോണ്ട നേരം. 10C8 എന്ന് ചോദിച്ചാൽ 10C2 പറഞ്ഞാൽ മതി. ഇത് രണ്ടും ഒന്നല്ലേ. 10C8ഉം 10C2ഉം ഒന്നാണ്. അപ്പൊ 10C8 നിങ്ങളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടാൽ 10C2 എന്ന് എഴുതിയിട്ട് കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. അത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ എളുപ്പമുള്ള മാർഗങ്ങളൊക്കെ പഠിച്ചേക്കണത്. Then 5C2നോട് ഈക്വൽ ആയിട്ട് വേറൊരു കോമ്പിനേഷൻ പറഞ്ഞേ. ആരോണേ 5C2നോട് ഈക്വൽ ആയിട്ട് വേറൊരു കോമ്പിനേഷൻ? C2 equal to ശരി. എന്റെ പേര് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. കൃഷ്ണന്റെ 5C4. 5C4 അതെങ്ങനെയാ കിട്ടിയതാ? 5C2നോടല്ലേ? 5C2നോട് ഈക്വൽ ആയിട്ട്. അങ്ങനെയാണ് ഞങ്ങളുടെ ക്വസ്റ്റ്യൻ. 5C2നോട് ഈക്വൽ ആയിട്ടുള്ളത്. അറിയില്ല സർ. 5C4 ആണോ? ശരി. എന്റെ പേരും കുറിക്കപ്പെട്ടിട്ടുണ്ട്. എടാ ഇന്നലെ എന്തോ ഒരു സമയം കളഞ്ഞതാണ് ഇതിനു വേണ്ടിയിട്ട്. നിങ്ങളെ കൊണ്ട് തന്നെ എല്ലാ എക്സാമ്പിൾ വെച്ച് നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചെടുത്ത സാധനമല്ലോ.
എന്താ ഹസ്ന സുജിറെ 5C2 നോട് ഈക്വൽ ആയിട്ട് വരുന്ന വാല്യൂ 5C3. 5C3. 5C2 ഈക്വൽ ടു 5C3. കാരണം എന്താ ഹസ്ന? 6 കൂട്ടുമ്പോൾ n കിട്ടാൻ. 2 plus 3. 2 plus 3. 2 plus 3 ഈക്വൽ ടു 5. രണ്ടും കൂടെയും കൂട്ടുമ്പോൾ 5 കിട്ടണം. 2 plus 3 ഈക്വൽ ടു 5. Then NC2. NC2 നോട് ഈക്വൽ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ പറഞ്ഞേ. NC2 നോട് ഈക്വൽ ആയിട്ടുള്ള കോമ്പിനേഷൻ വേറെ നജീബേ? NC2 n minus NC n minus 2. NC n minus ഒന്നും ഞാൻ കേട്ടില്ല. NC n minus ഇത്രയും കിട്ടൂ. 2. NC n minus 2. 2ഉം n minus 2 കൂടെയും കൂട്ടുമ്പോൾ n വരും. ശരിയാണോ? 2ഉം n minus 2 കൂടെയും കൂട്ടുമ്പോൾ n ആണ് വരുന്നത്. ശരി, ബുക്ക് എടുത്തേ, നോട്ട്ബുക്ക് എടുക്കുക. എക്സസൈസ് 7.4. എക്സസൈസ് 7.4ലേക്ക് വരിക. എക്സസൈസ് 7.4. ബാക്കി ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ ചോദിച്ചോളൂ കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് NC8 ഈക്വൽ ടു NC2. NC8ഉം NC2ഉം ഈക്വൽ ആണ്. ഫൈൻഡ് NC2 എന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ആലോചിച്ച് തന്നെ ചെയ്യുക. NC8 ഈക്വൽ ടു NC2. NC8ഉം NC2ഉം ഈക്വൽ ആണ്. ഫൈൻഡ് NC2. അപ്പൊ നമ്മൾ n എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ n എത്രയായിരിക്കും? NC8 ഈക്വൽ ടു NC2 ആണെങ്കിൽ n-ന്റെ വാല്യൂ എത്രയാ ഭീമ? 10. n ഈക്വൽ ടു 8 plus 2 അല്ലെ? n ഈക്വൽ ടു 8 plus 2 ഈക്വൽ ടു 10 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്നാ കണ്ടുപിടിക്കണ്ടേ? NC2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10C2. പെട്ടെന്ന് കണ്ടുപിടിച്ചോ. 10C2. എന്താ ഷാമിനെ 10C2 ഒന്ന് പറഞ്ഞതാ. 10C2 എങ്ങനെ കാണാം? ഫോർമുല വെച്ച്. ഫോർമുല അല്ലാണ്ട് എങ്ങനെയാണെന്ന് പറഞ്ഞേ. ഞാൻ തൽക്കാലം ഫോർമുല ഉപയോഗിക്കണില്ല കേട്ടോ. ഫോർമുല ആവശ്യമായിട്ട് ഒരു അടുത്ത് മാത്രമേ അത് ഉപയോഗിക്കണുള്ളൂ. ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ഫോർമുല ഞാൻ എഴുതുന്നില്ല. 10C8 വരും. 10C8 അതെങ്ങനെ കണ്ടുപിടിക്കും? എന്താണ് അതിന്റെ വാല്യൂ എത്രയാന്ന് നമുക്ക് അറിയണം. NC2 അല്ലെങ്കിൽ 10C2 അല്ലെങ്കിൽ 10C8 രണ്ടും ഒന്നാണ് ഞാൻ സമ്മതിച്ചു. അതിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് എപ്പോഴും ചെറുത് കണ്ടുപിടിക്കാൻ എളുപ്പം 10C8നേക്കാൾ എളുപ്പം 10C2 തന്നെയാണ്. 10C2 എങ്ങനെയാണ് കാണുന്നത്? ഇച്ചിരി മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ഷാമിനെ, ഇനിയൊന്നും കേൾക്കുന്നില്ലേ? അമിന 10 into 9 by 1 into 2. 10 into 9 by 1 into 2. 10 into 9 by 1 into 2. ഞാൻ പറഞ്ഞു രണ്ട് നമ്പർ താഴെ 10C2 2 ആണ് തന്നേക്കണേ 2. അപ്പൊ രണ്ട് നമ്പർ ന്യൂമറേറ്ററിലും രണ്ട് നമ്പർ വരണം, ഡിനോമിനേറ്ററിലും രണ്ട് വരണം. ന്യൂമറേറ്ററിൽ എങ്ങനെ എഴുതണം? 10ൽ നിന്ന് പുറകോട്ട് രണ്ടെണ്ണം, 10 ഉൾപ്പെടെ കേട്ടോ, 10ഉം 9ഉം. 10ൽ നിന്ന് പുറകോട്ട്. താഴെയോ 1ൽ നിന്ന് മുകളിലേക്ക്. അങ്ങനെ എഴുതണം കേട്ടോ. 1ൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. ഫോർമുല കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനേക്കാൾ എളുപ്പത്തിൽ ഇത് കണ്ടുപിടിക്കാലോ. ആൻസർ എത്ര വരും? 10C2 ഈക്വൽ ടു 2ഉം 10ഉം വെട്ടിപ്പൊക്കോളും 5. 45. 10C2 ഈക്വൽ ടു 45 ആണോ? 10C2 ഈക്വൽ ടു 45. Second question. Determine n.
if ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2nC3 is to 2nC3 is to nC2. 2nC3 to nC2 equal to 12:1. ആണ് Hmm? NC3 അല്ലേ? nC2 ആണ്. 2nC3 is to nC2 equal to 12:1. എടാ ഇത് nC2 ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ nC3 അല്ലേ നോക്കിയേ. രണ്ടും രണ്ടായിട്ട് തന്നെ കിടന്നോട്ടെ. എന്റെ ടെക്സ്റ്റിൽ ഇങ്ങനെയാണ് കേട്ടോ. എന്റെ ടെക്സ്റ്റിൽ ഇങ്ങനെ nC2 ആണ്. നിങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത എന്താ? രണ്ടും NC3 നടക്കണം. രണ്ട് nC3. അപ്പൊ നമുക്ക് ഒരെണ്ണം nC2 ചെയ്യാം കേട്ടോ. രണ്ടും രണ്ടായിട്ടിരിക്കട്ടെ. നിങ്ങൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ തിരുത്തിക്കൊള്ളുക. എന്റെ ടെക്സ്റ്റിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. എന്റെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ nC3 ആണെങ്കിൽ nC2 എന്നത് കറക്റ്റ് ചെയ്തോളുക. നമുക്ക് രണ്ടും രണ്ടായിട്ട് തന്നെ ചെയ്യാം. രണ്ടും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. രണ്ടും രണ്ടായിട്ട് ചെയ്യാം. നല്ലത്. 2nC3 is to nC2 equal to 12:1. എങ്ങനെ ചെയ്യാം? റേഷ്യോ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്? അടുത്ത സ്റ്റെപ്പ് എന്തെഴുതും ഗൗരി? n കണ്ടുപിടിക്കണ്ടേ? n equal to 3 plus 2. ഡിറ്റർമിൻ n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യുന്നതാണ് എന്റെ ക്വസ്റ്റ്യൻ. n കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് സോൾവ് ചെയ്ത് n കണ്ടുപിടിക്കണം. രണ്ടും തമ്മിലുള്ള റേഷ്യോ ആണ് തന്നേക്കണം. n എത്രയാണെന്ന് അറിയണം. റേഷ്യോ തന്നാൽ പിന്നെ എങ്ങനെ എഴുതുന്നത്? സാധാരണ റേഷ്യോ തന്നാൽ ബാക്കി കാൽക്കുലേഷന് വേണ്ടിയിട്ട് അതിനെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് എഴുതുന്നത്? ഇല്ല. ഹന്ന കേട്ടില്ല. സന്നയുടെ സൗണ്ട് ക്ലിയർ അല്ല കേട്ടോ. ഒന്നും കേൾക്കാൻ പാടില്ല. ഹന്ന മ്യൂട്ട് ചെയ്തോ. ഒന്നും കേട്ടുകൂടാ കേട്ടോ. എങ്ങനെ എഴുതാം സൻഷാദെ? റേഷ്യോ ആണ് തന്നേക്കണേ. നമുക്ക് ഇനി മുന്നോട്ട് ചെയ്തു പോകാനായിട്ട് എങ്ങനെ എടുക്കും? 2nC/3 by nC/2 equal to 12/1 ഇതാക്കോ. 2nC3 by nC2 equal to 12/1. ഓക്കെ. ഡിവിഷൻ ആണ് എടുക്കുന്നത് കേട്ടോ. റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് ചെയ്തു പോകുന്നത് ഡിവിഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. 2nC3 by nC2 equal to 12/1. Then ഇവിടെയൊക്കെ ഫോർമുല അപ്ലൈ ചെയ്യാനേ പറ്റുള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ മറ്റേ പോലെ എഴുതാം കേട്ടോ. ആദ്യം പറഞ്ഞ പോലെ എഴുതാം. 3 ടേംസ് എഴുതിയാലും മതി. അതായിരിക്കും കുറച്ചൊരു എളുപ്പം. ഫോർമുലയിലേക്ക് പോകണ്ട. 2nC3 അങ്ങനെയെങ്കിൽ 2nC3 എന്ന് പറഞ്ഞ് ഫോർമുല അപ്ലൈ ചെയ്താലും അത് തന്നെയാണ് കേട്ടോ. നമുക്ക് കാൽക്കുലേഷൻ പക്ഷെ എളുപ്പം ഇതാണ്. 2nC3 എങ്ങനെ എഴുതാം? 2nC3 എലിസബത്തെ 2nC3 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫോർമുല അനുസരിച്ച് എഴുതിയാൽ എന്ത് വരും? കേട്ടോളെ. അത് കുഴപ്പമില്ല. കേറിയതിന് കുഴപ്പമുള്ള കാര്യമില്ല കേട്ടോ. കേറണമല്ലോ. 2nC3 എങ്ങനെയാണ് എഴുതുന്നത്? ഞാൻ ഇന്നലെ പഠിപ്പിച്ച കാര്യം ചോദിക്കണത്. ഇന്നത്തെ പുതിയ കാര്യമൊന്നും അല്ല കേട്ടോ. 2nC3 ഈക്വൽ ടു എത്രയാണ്? അതാണ് എനിക്ക് അറിയേണ്ടത്. അറിയാമോ എലിസബത്തെ? ഇല്ല സർ. ഇന്നലത്തെ എന്തെങ്കിലും നോക്കിയായിരുന്നോ വീട്ടിലിരുന്നിട്ട്? ഞാൻ ഇന്നലെ നോക്കിയായിരുന്നു. ഇന്ന് നോക്കണം എന്നുള്ള സമയം കിട്ടിയില്ല. അങ്ങനെ മറന്നുപോലല്ലോ എലിസബത്തെ. ചെറിയ കാര്യങ്ങളുള്ളൂ. അത് ഇന്നലെ നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്നത്തേക്ക് ഇങ്ങനെ മറക്കാൻ സാധ്യതയില്ലല്ലോ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒക്കെ നമ്മൾ മറന്നു പോകും. 2nC3 എന്തോരം ദുൽഫിക്കറെ? 2nC3 2n minus 3 ആണോ? 2n 2n minus 3
അല്ലടാ, അങ്ങനെ എഴുതി നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. ആ കോമ്പിനേഷന് പകരം അതിനോട് തുല്യമാകുന്ന വേറൊരു കോമ്പിനേഷൻ നീ പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ കാര്യമില്ല. നമുക്കിത് സിംപ്ലിഫൈ ചെയ്ത് n എത്രയാന്ന് കണ്ടുപിടിക്കണമല്ലോ. എന്നിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. എന്നിന്റെ വാല്യൂ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല. അതിനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് n കിട്ടണം. വേറെ കോമ്പിനേഷൻ ചെയ്താൽ പോലെ ഈ കോമ്പിനേഷന്റെ വാല്യൂ എത്രയാണെന്നാണ് പറയേണ്ടത്. 12 ഇപ്പുറത്തേക്ക് ഉണ്ടല്ല. ഒന്നും വേണ്ട, നീ ഈ കോമ്പിനേഷൻ ഇതുപോലെ 2nC3 എത്രയാണെന്ന് പറഞ്ഞാൽ മതി. വേറെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റണ്ട തൽക്കാലം. 2nC3യുടെ വാല്യൂ എത്രയാണ്? അറിയില്ല സാറേ. എടാ 10C3യുടെ വാല്യൂ എത്രയാ? 10C3 ആണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്റെ വാല്യൂ എങ്ങനെ എന്ത് പറയുന്നു? 10C3 എന്ന് ചോദിച്ചാൽ എത്ര പറയും? 10 into 9 into 8 3 1 into 2 into 3. അതുപോലെ പറയാനാണ് ഈ പറയണത്. 10C3 10 into 9 into 8. മുകളിൽ 3 നമ്പർ എടുക്കണം. മുകൾ മാക്സിമത്തിൽ നിന്ന് പുറകോട്ട്, താഴെ ചെറുതിൽ നിന്ന് മുകളിലേക്ക് 3 നമ്പർ. അതുപോലെ എങ്ങനെ പറയാം 2nC3? 2 into 1 in എടാ 2n ആണ് ആദ്യത്തെ ടൈം. 2n എടാ 2n എന്ന് പറഞ്ഞ ഒരു നമ്പർ ആണേ. ഇപ്പൊ നീ 2n 100 ഓർത്തോ. 2n എന്ന് പറഞ്ഞ ഒരു നമ്പർ ആണ്. 2n = 100 അല്ലെങ്കിൽ 2n = 1000. എന്തോ ഒരു നമ്പർ ആണ് 2n. ഇപ്പൊ എങ്ങനെ വരും? 2n into 1n. ബാക്കിലേക്കല്ലേ ഉണ്ട്. 2n തൊട്ട് താഴെ നമ്പർ ഏതാ? എടാ ഞാൻ ചോദിക്കട്ടെ, 2 into 100 200. 200ന്റെ താഴത്തെ നമ്പർ 100 ആണോ? 199 അല്ലേ? 2n - 1. 2n - 1. 2n-ന്റെ താഴത്തെ നമ്പർ 2n - 1 അല്ലാണ്ട് n അല്ല. 2n - 1 ആണ് 2n-ന്റെ താഴത്തെ നമ്പർ. അതിന്റെ താഴത്തെ നമ്പറോ? 2n - 2. 2n - 2. 2n into 2n - 1 into 2n - 2 divided by എന്ത് വരും? 3 into 2 into 1. 1 into 2 into 1 into 2 into 3. 1 into 2 into 3 divided by താഴെ nC2 ആണ് കേട്ടുള്ളത്. nC2 എന്ന് പറഞ്ഞ കൃഷ്ണന്റെ nC2 n minus 1. n into n minus 1 minus 2. n minus 2 അല്ലേ? n into n minus 1 into n minus 2. എടാ ഇവിടെ nC2 എന്ന് പറയുമ്പോൾ എത്ര ടൈം എഴുതണം? 2 ടൈം. നിനക്ക് എണ്ണ അറിയാമ്പോഴാ 2 കഴിഞ്ഞ് 3ലേക്ക് ആയാലും ഇപ്പൊ നീ പറഞ്ഞ അനുസരിച്ച് 2 ടൈമിൽ എഴുതേണ്ടത്. ബാക്കി പറ. n into n minus 1. അത്രയും ടൈമല്ലേ ഉള്ളൂ? 2 ടൈം ആയില്ലേ? തീർന്നോ? അടുത്ത സ്റ്റെപ്പാണോ? അടുത്ത സ്റ്റെപ്പ് അല്ലടാ, നീ അതിന്റെ വാല്യൂ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ന്യൂമറേറ്റർ മാത്രമേ ഉള്ളൂ അതിന്. ബൈ. നീ പറഞ്ഞോ? നിനക്ക് മനസ്സിലായില്ലെങ്കിൽ നീ എടാ മുകളിൽ എഴുതിയേക്കണ എങ്ങനെയാ നോക്കി. മുകളിൽ എങ്ങനെയാ എഴുതിയത് അത് നിനക്ക് മനസ്സിലായോ? മുകളിലത്തെ മനസ്സിലായി. മുകളിലത്തെ മനസ്സിലായെങ്കിൽ അതുപോലെ തന്നെ പറഞ്ഞാൽ മതി. താഴത്തെ പ്രത്യേകിച്ച് ഓർത്ത് മനസ്സിലാക്കാനില്ല. n into n minus 1. nC2 ആണ്. nC2 ആണെങ്കിൽ 2 ടൈം എഴുതി. n into n minus 1 divided by എന്ത് വരും? ആനന്ദ് PM 1 into 2. 1 into 2. 1 into 2. മുകളിലത്തേല് 3 ടൈം ആയിരുന്നു. 2nC3 3 ടൈം ആയപ്പോൾ മുകളില് പുറകോട്ട് 3 ടൈം എഴുതി. താഴെ 1 into 2 into 3 എഴുതി. 2 ടൈം ആയപ്പോൾ മുകളിലും താഴെ 2 ടൈം. ഞാനിതിപ്പോ എത്ര പ്രാവശ്യം പറഞ്ഞു? 2 ടൈം ആണെങ്കിൽ മുകളിലും താഴെ 2 ടൈം. 3 ടൈം ആണെങ്കിൽ മുകളിലും താഴെ 3 ടൈം. 10 ടൈം ഉണ്ടെങ്കിൽ മുകളിലും താഴെ 10 ടൈം. മുകളിലത്തെ കുറഞ്ഞു വരും, താഴത്തെ കൂടി പോകും.
equal to 12 by 1 equal to 12 by 1. ഡിവിഷൻ ആണ് കേട്ടോ. ഡിവിഷൻ ലെഫ്റ്റ് സൈഡിൽ ഡിവിഷൻ ആണ്. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റു റെസിപ്രോക്കൽ, അങ്ങനെ തന്നെ എഴുതാം. 2n ഇൻറ്റു 2n മൈനസ് 1 ഇൻറ്റു 2n മൈനസ് 2. ശരി, അങ്ങനെ കിടക്കട്ടെ. ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3. ഇനി ബാക്കി പറഞ്ഞേ. ഡിവൈഡഡ് ബൈ എങ്ങനെ മാറും ഇർഷാദെ? ആ ഡിവിഷൻ എങ്ങനെ മാറും? എഴുതാൻ വെറുതെ പഠിക്കണ്ട, കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. സാർ റാഷണൽ നമ്പറിന്റെ ഡിവിഷൻ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒരു റാഷണൽ നമ്പറിനെ വേറൊരു റാഷണൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ദർശതെ അറിയില്ല സാർ. നീ ഇപ്പൊ എവിടെ ഇരിക്കണ നിലവില്? വീട്ടിൽ തന്നെയാണോടാ? ഭയങ്കര ബഹളാലോടെ. എന്ത് ചെയ്യാ മോസിനെ? റെസിപ്രോക്കൽ കൊണ്ട് ഇൻറ്റു ചെയ്യണം. റെസിപ്രോക്കൽ കൊണ്ട് ഇൻറ്റു ചെയ്യണം. പറഞ്ഞേ. അപ്പോൾ ഇൻറ്റു എന്ത് വരും? ഇൻറ്റു 1/2 ഇൻറ്റു n ഇൻറ്റു n മൈനസ് 1. 1 ഇൻറ്റു 2 ബൈ n ഇൻറ്റു n മൈനസ് 1 ഈക്വൽ ടു 12 by 1 12. കേട്ടോ? നമുക്ക് ഇവിടെ 1 ഇൻറ്റു 2 കട്ടായി പോകും. കട്ടാവുന്നതൊക്കെ ഞാൻ കട്ടായി കളഞ്ഞു കേട്ടോ. 1 ഇൻറ്റു 2 കട്ടായി. വേറെ ഒന്നുമില്ലല്ലോ. വേണമെങ്കിൽ കാര്യം ചെയ്യാം. ഈ 2ഉം ഇപ്പുറത്തെ 12ഉം കട്ട് ചെയ്ത് കളയാം കേട്ടോ. 2ഉം 12ഉം കട്ട് ചെയ്ത് കളയാം. അതവിടെ നിൽക്കട്ടെ, പിന്നെ കളയാം. വേറെ n കട്ടായി പോയില്ലോ മക്കളെ? n രണ്ടിടത്തും കട്ടായി പോയല്ലോ. ഇവിടെ ഒരു n കട്ടായി, ഇവിടെയും n കട്ടായി പോയി. ഇനി ശ്രദ്ധിച്ചോളുക. 2 ഇൻറ്റു 2n മൈനസ് 1 ഇൻറ്റു അടുത്ത ബ്രാക്കറ്റിൽ നിന്ന്, അടുത്ത ബ്രാക്കറ്റ് 2n മൈനസ് 2 അല്ലേ? അതിനകത്ത് നമുക്ക് കോമൺ ആയിട്ട് എന്തെടുക്കാം? 2n മൈനസ് 2വിൽ നിന്ന് കോമൺ ആയിട്ട് ആരെ ഔട്ട്സൈഡ് മാറ്റാം? 2n minus 1. ടൂവിനെ കോമൺ ആയിട്ട് മാറ്റാം. 2നെ പുറത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ ബാക്കി n മൈനസ് 1 കിട്ടും. 2n മൈനസ് 2, ആ രണ്ട് ടേമിലും 2 ഉണ്ട്. 2വിനെ പുറത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ n മൈനസ് 1. അപ്പോൾ 2 ഇൻറ്റു 2n മൈനസ് 1, ഇവിടെ 2 പുറത്തേക്ക് മാറ്റി. ഡിവൈഡഡ് ബൈ ഒരു 3 ഉണ്ട് കേട്ടോ. ഡിവൈഡഡ് ബൈ ഒരു 3 ഉണ്ട്. ഇവിടെ ഇപ്പുറം ഒരു n മൈനസ് 1 ഉണ്ട്. ഈക്വൽ ടു 12. ഇവിടെ n മൈനസ് 1 കട്ടായി പൊക്കോളും. n മൈനസ് 1 കട്ടായി പോകും. അപ്പോൾ ഇപ്പുറ സൈഡില് 4 ഇൻറ്റു 2n മൈനസ് 1 ഈക്വൽ ടു ഈ 3 കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 36 ആയി. 2n മൈനസ് 1 ഈക്വൽ ടു എത്രയായിരിക്കും? 2n മൈനസ് 1 എത്ര വരും രാജേഷേ? 2n മൈനസ് 1 36 divided by 4. 36 by 4 ഈക്വൽ ടു 9 അല്ലേ? 9. അപ്പോൾ 2n മൈനസ് 1 9 ആണ്. 2n ഈക്വൽ ടു 1 അപ്പുറത്തേക്ക് പോകുമ്പോൾ 10 ആവും. n ഈക്വൽ ടു 5. n ഈക്വൽ ടു 5 എന്ന് കിട്ടും ആൻസർ. എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ.
കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തോളൂ കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ചെയ്തോളുക. സർ ക്വസ്റ്റ്യൻ ഒന്ന് അറിയാം. ക്വസ്റ്റ്യൻ ഇല്ല നമ്മളെ കയ്യില്? അതല്ല എപ്പോഴേ കയറിയുള്ളൂ, കുറച്ചു മുമ്പ് കയറി. എക്സസൈസ് 7.4 7.4 സെക്കൻഡ് ക്വസ്റ്റ്യൻ. എക്സസൈസ് 7.4 സെക്കൻഡ് ക്വസ്റ്റ്യനിൽ രണ്ടാമത്തേത്. സർ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാവോ? ശരിയാണോ നോക്കാനോ? 2nC3 is to nC3 equal to 11:1. 2nC3 is to nC3 equal to 11:1. ഇതുപോലെ ഡിവിഷൻ ആക്കുക. രണ്ടും ഫോർമുല അനുസരിച്ച് അല്ലെങ്കിൽ പറഞ്ഞ മാർഗം അനുസരിച്ച് എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. കോമൺ ആയിട്ടുള്ളതൊക്കെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞ് n കണ്ടുപിടിക്കുക. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ് കേട്ടോ. എക്സാമിന് സാധാരണയായിട്ട് കണ്ടുവരാറുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ടൈപ്പ്. എങ്ങനെ തുടങ്ങും തോമസേ? ടു എൻ സി ത്രീ ബൈ എൻ സി ത്രീ 2nC3 by nC3 equal to 11/1. ശരി. എന്താ ഫിദ 2nC3? ഫിദ ഷാഫി? ഫിദ ഷാഫി? No response. ആനന്ദേ? ആനന്ദ്? സാറേ, ആ 2nC3 2n into 2n minus 1 into 2n minus 2 by കഴിഞ്ഞ പ്രവൃത്തി പറഞ്ഞതാണ് കേട്ടോ. 2n minus 2. ഓക്കെ, 1 into 2 into 3. ശരി. താഴെ nC3 ആവും n into n minus 1 by 1 into 2. അത് nC2 അല്ലടാ, ഇത് ഇവിടെ nC3 അല്ലേ? ഓക്കെ n minus 2 by n into n minus 1 into n minus 2 by 1 into 2 into 3. 1 into 2 into 3 equal to 11. Okay, 1 into 2 into 3 റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ആ 1 into 2 into 3 രണ്ടിടത്തേയും കട്ടായി പോകും. റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2n into 2n minus 1 into, ഞാൻ ആ 2 കഴിഞ്ഞ പ്രാവശ്യം എടുത്ത പോലെ തന്നെ 2 കോമൺ ആയിട്ട് ഇവിടെ നിർത്തും കേട്ടോ. അപ്പോൾ 2 into n minus 1, 2n into 2n minus 1 into ഈ മൂന്നാമത്തെ ടേബിളിൽ നിന്ന് 2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു by 1 into 2 into 3 into റെസിപ്രോക്കൽ 1 into 2 into 3 by n into n minus 1 into n minus 2 equal to 11. ക്യാൻസൽ ചെയ്ത് കളയാവുന്നത് ക്യാൻസൽ ചെയ്ത് കളയുക. ബാക്കിയുള്ളതെടുത്ത് കണ്ടുപിടിക്കുക. എന്തൊക്കെ ക്യാൻസൽ ആയി പോകും? 1 into 2 into 3 മുകളിലും താഴെയുണ്ട്, വെട്ടിപ്പൊക്കോളും. 1 into 2 into 3. ഇവിടുത്തെ ഒരു n മുകളിൽ നിന്നും താഴെ നിന്നും കട്ടാവും. n minus 1 കട്ടാവും. ബാക്കി ന്യൂമറേറ്ററില് 2 into 2 4 4 into 2n minus 1 by താഴെ n minus 2 equal to 11.
എത്ര ആരാണ് ആൻസർ ഇട്ടേ? സാർ ഞാൻ ചിന്തിച്ചോണ്ടിരിക്കുക ആൻസർ നീ എഴുതുമല്ലോ, ചിന്തിക്കുമല്ലോ, നീ നല്ല തീറ്റ തന്നോണ്ടിരിക്കുക. അല്ല സാറേ, ഏതാണ് എടാ അതിനൊക്കെ വേറെ സമയമുണ്ടോ? അതിനൊക്കെ വേറെ സമയമുണ്ട് കേട്ടോ. ഭക്ഷണം കഴിക്കുന്നത് ഇതിന്റെ ഇടയ്ക്ക് ഇരുന്നല്ല. നീ അതൊക്കെ മാറ്റി വെക്കട്ടോ. അതൊക്കെ മാറ്റി വെക്കുക. അതിനൊക്കെ വേറെ സമയം കണ്ടെത്തുക. അപ്പൊ നീ ഇരുന്ന് പ്രോബ്ലം ആലോചിച്ച് ചെയ്തേ. എന്ത് രേഷ, ഇനി എങ്ങനെ ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 2n മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പറഞ്ഞോ. 4 into 2n minus 1 is equal to 11 into n minus 2. Equal to 11 into n minus 2. ശരി, പറഞ്ഞോ. 8n minus 4 is equal to 11n മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ? ഓക്കെ. 8n minus 4 equal to 11n minus 22. 11n minus 22. ശരി. Minus 4 plus 22. Minus 4 plus 22. ശരി. 22 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു അല്ലേ? അപ്പൊ 22 പ്ലസ് ആയി -4 ഈക്വൽ ടു 11n minus 8n. n. ശരി. n വരുന്ന ടേം എല്ലാം ഒരു സൈഡിലാക്കി കേട്ടോ. n വരുന്ന ടേം എല്ലാം ഒരു സൈഡിലാക്കി, കോൺസ്റ്റന്റ് എല്ലാം ഒരു സൈഡിലാക്കി. 18 is equal to 3n. 3n. n equal to 18 by 3. n is equal to 18 by 3 is equal to 6. 6. n equal to 6. n equal to 6. equal to 6. n equal to 6 ആണോ ഫിദ കിട്ടിയത്? സാർ എനിക്കിവിടെ നെറ്റ് പ്രോബ്ലം ഉണ്ടായിരുന്നു, ഇപ്പൊ എഴുതാൻ തുടങ്ങുന്നുള്ളൂ. ശരി. കഴിഞ്ഞുള്ളവരെ then question number 3 വായിക്കുക കേട്ടോ. question number 3 ഈ ടൈപ്പ് ചോദിക്കും കേട്ടോ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ സാധാരണ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. question number 3, how many chords can be drawn through 21 points on a circle? How many chords can be drawn through 21 points on a circle? question മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. How many chords? എത്ര കോഡ് വരയ്ക്കാന്ന്? എന്താ കോഡ് എന്ന് പറഞ്ഞ? കോഡ് എന്താ ആനന്ദ കോഡ് എന്ന് പറഞ്ഞ? അത് ഉള്ളിൽ ഇങ്ങനെ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് ഇങ്ങനെ വരയ്ക്കാനാണ്. ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക്. ഏതിന്റെ ഇടാ? സർക്കിളിന്റെ ഉള്ളില്. സർക്കിളിന്റെ അറ്റമൊക്കെ നീ കണ്ടുപിടിച്ചോ? അല്ല, ഉള്ളില് ഇങ്ങനെ വട്ടമാണെങ്കിൽ ഇച്ചിരി നന്നായിട്ട് പറയാമോ? നീ ഉദ്ദേശിക്കണേ ശരിയായിരിക്കാം. ഇച്ചിരി മാന്യമായ രീതിയിൽ പറയാമോ? നല്ല രീതിയിൽ. ഈ ലൈനിന്റെ രണ്ടറ്റം സർക്കിളിന്റെ ഉള്ളില് ഏതായാലും മൂലയ്ക്ക് ഇങ്ങനെ തട്ടി നിൽക്കണം. സർക്കിളിൽ തട്ടി നിൽക്കണം. ശരി. സർക്കിളിലെ 2 പോയിന്റ്സ് കേട്ടോ. സർക്കിളിലെ 2 പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ് ആണ് കോഡ്. ശരിയാണോ? സർക്കിളിലെ 2 പോയിന്റ്സ്
സർക്കിളിലെ രണ്ട് പോയിന്റ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ്. ഇതൊരു കോഡാണ്, ഇത് വേറെ കോഡാണ് കേട്ടോ, കോഡാണ്. ഇതെല്ലാം കോഡ്സ് ആണ് വരയ്ക്കുന്നത്. എൻ പോയിന്റ്സ് സർക്കിൾ ആയിരിക്കണം. സർക്കിളിലെ രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ് ആണ് നമ്മൾ കോഡ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ഇവിടെ ചോദിച്ചിട്ടുണ്ട് എന്താണ്, ഹൗ മെനി കോഡ്സ് ക്യാൻ ബി ഡ്രോൺ, എത്ര കോഡ് വരയ്ക്കാം. ഹൗ മെനി കോഡ്സ് ക്യാൻ ബി ഡ്രോൺ ത്രൂ 21 പോയിന്റ്സ് ഓൺ എ സർക്കിൾ. ഒരു സർക്കിളിൽ 21 പോയിന്റ് ഉണ്ടെങ്കിൽ, ആലോചിച്ച് നോക്കാട്ടോ, ഉത്തരം നിങ്ങൾ പറഞ്ഞു. ഒരു സർക്കിളിൽ 21 പോയിന്റ് ഉണ്ടെങ്കിൽ കേട്ടോ, ഇതുപോലെ 21 പോയിന്റ് ഉണ്ടെങ്കിൽ എത്ര കോഡ് വരയ്ക്കാം എന്നാണ് ക്വസ്റ്റ്യൻ. ഞാൻ 21 എണ്ണി അല്ലാട്ടോ ചെയ്യണേ, നിങ്ങൾ 21 ഓർത്തുള്ളൂ. ഇതുപോലെ 21 പോയിന്റ്, ഒരു സർക്കിളിൽ 21 പോയിന്റ് എടുത്താൽ എത്ര കോഡ് വരയ്ക്കാം ആ സർക്കിളില്. 21 പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് എത്ര കോഡ് വരയ്ക്കാം എന്നാണ് ക്വസ്റ്റ്യൻ. എന്തായിരിക്കാം ആൻസർ? എന്തായിരിക്കും മാഹിൻ ബി എസ് എ? സാർ നീ പറഞ്ഞോ, നിനക്ക് അറിയാവുന്ന നീ പറഞ്ഞോ, പെട്ടെന്നോട്ടൊന്ന് പറഞ്ഞോളൂ, സമയം കളയാണ്ടിരുന്നാ മതി. NCR 6/21 ആക്കി എടുക്കാൻ ചെയ്യാൻ പറ്റും. NCRലെ 6/21 ആയിട്ട് 6/21 ആയിട്ട് എടുക്കണം. അപ്പൊ N എത്രയായിട്ട് എടുക്കണം? N തന്നെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല, തെറ്റാണ്. ആകെ സർക്കിളിനകത്ത് 21 പോയിന്റ് മാർക്ക് ചെയ്തിരിക്കണം. സർക്കിളിനകത്ത് 21 പോയിന്റ് മാർക്ക് ചെയ്തിരിക്കുന്നു. ആ 21 പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് എത്ര കോഡ് വരയ്ക്കാം എന്നാണ് ക്വസ്റ്റ്യൻ. എന്തായിരിക്കും സന? 2 പോയിന്റ് അല്ലേ ഒരു കോഡ്, അപ്പൊ ഒരു 10 വരയ്ക്കാൻ പറ്റില്ലേ? 2 പോയിന്റ് 2 പോയിന്റ് കൂട്ടിയാണ് കോഡ് വരയ്ക്കുന്നത്. അപ്പോ ഒരു 10 വരയ്ക്കാൻ പറ്റില്ലേ? 10 പോയിന്റ് ഒരു 10 വരയ്ക്കാൻ പറ്റും. നമുക്ക് അങ്ങനെ എഴുതി വെക്കാൻ പറ്റുമല്ലോ. ഒരു 10 വരയ്ക്കാം എന്നൊന്നും നമുക്ക് എഴുതി വെക്കാൻ പറ്റില്ല. നമുക്ക് കൃത്യമായ ഉത്തരം വേണമല്ലോ. ആൻസർ ഒരു രീതിയിൽ ശരിയായില്ല സന. ഫോർമുല ആയിട്ടാണോ ചോദിക്കണേ? എനിക്ക് എങ്ങനെയായാലും കുഴപ്പമില്ല, എനിക്ക് അതിന്റെ ഉത്തരം കിട്ടിയാൽ മതി. എങ്ങനെ അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാന്ന് അറിഞ്ഞാൽ മതി. ഇതിന്റെ ഉത്തരം, ഈ ക്വസ്റ്റിന്റെ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കാം, ഫോർമുലയോ അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാന്നോ എങ്ങനെ പറഞ്ഞു തന്നാലും എനിക്ക് കുഴപ്പമില്ല. ഇന്നലെ നമ്മൾ വളരെ അധികം നേരം സംസാരിച്ചതാ. നിങ്ങളുടെ മനസ്സിൽ അത് കയറിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉത്തരം പറയേണ്ടതാണ്. പുറകിലേക്ക് മറച്ചു നോക്കണ്ട കേട്ടോ, പുറകിലൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. ഇന്നലെ നമ്മൾ വളരെയധികം നേരം സംസാരിച്ചാന്നാ ഞാൻ പറഞ്ഞോളൂ, എഴുതിയതാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞ ഓരോ വാക്കിനും പ്രാധാന്യം കൊടുക്കുക. 21 CR എടുക്കാൻ പറ്റുമോ? 21 CR 21 CR എന്ന് എടുക്കാൻ പറ്റില്ല. 21 CR എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മീനിങ് സന? 21 CR എന്ന് പറഞ്ഞ അതിന്റെ മീനിങ് എന്താന്ന് പറഞ്ഞു? ആണോ 21 CRന്റെ മീനിങ് എന്താണ്? അല്ലെങ്കിൽ 10C2 എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താണ്? 10C2ന്റെ മീനിങ് എന്താണ്? പറഞ്ഞില്ലെങ്കിൽ സനയുടെ പേര് ഞാൻ ഇവിടെ എഴുതി വയ്ക്കും. 10C2ന്റെ മീനിങ് എന്താണ്? ആൻസർ തന്നല്ല, 10C2 എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താണ്? 10 എത്ര എണ്ണം വരാന്നാണോ? 10 എത്ര എണ്ണം വരാം? അല്ല, 10 2 എണ്ണം എടുക്കുക. കൃത്യമായിട്ട് പറഞ്ഞു. ഞാൻ ഇതിന് ഒത്തിരി അധികം സമയത്തിന് വേണ്ടി മെനക്കെട്ടതാ. അതുകൊണ്ട് എനിക്ക് കൃത്യമായ ഉത്തരം കിട്ടിയേ തീരും.
സന ഇതൊന്നും നോക്കിയിട്ടില്ലല്ലോ സന, ഒരു കാര്യം നോക്കിയിട്ടില്ല. ഇന്നലെ അടച്ചു വെച്ചു, ഇന്ന് അതുപോലെ തന്നെ ഇരിക്കുക. എനിക്ക് നോക്കാൻ സമയം കിട്ടിയില്ല. അത് സമയമുണ്ട് പോലെ, നമുക്ക് എല്ലാവർക്കും സമയമുണ്ടെന്നേ, എല്ലാവർക്കും സമയമുണ്ട്. ഞാൻ നിങ്ങളെ പഠിക്കാനായിട്ട് ഞാനിവിടെ ഒന്നും പഠിക്കാണ്ട് വന്നിരുന്നിട്ട് ചുമ്മാ വന്നിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് വരുമ്പോൾ ഞാനത് പഠിച്ച് റെഡി ആയിട്ട് വേണ്ടേ ഞാൻ വരാനായിട്ട്. അതുപോലെ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ടിരിക്കുമ്പോൾ മുമ്പ് പഠിച്ച കാര്യങ്ങൾ പഠിച്ചിട്ടിരിക്കണം. നമ്മൾ ഓരോരുത്തരും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന് റെഡി ആയിട്ട് വേണം ഇരിക്കണം. ഒരു കല്യാണത്തിന് മുമ്പ് എങ്ങനെയാ കിടക്കപ്പായെന്നിട്ട് അതിന് അതുപോലെ തന്നെ എണീറ്റ് പോകണോ ചെയ്യണത്? ആണോ സന? കാലത്തിനെത്തി കുളിച്ച് നല്ല സുന്ദരി കുട്ടിപ്പൊക്കെ ആയിട്ടല്ലേ പോണത്. അപ്പൊ എവിടെ പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകൾ വേണം കേട്ടോ. എല്ലാ പരിപാടിക്കും എല്ലാ തയ്യാറെടുപ്പുകൾ വേണം. അങ്ങനെ ഇരിക്കാൻ പോളൂ. സമയമൊക്കെ നമ്മൾ ഉണ്ടാക്കണതാന്നേ. സമയം ആർക്കും ഇല്ലാണ്ട് പോലുള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കണതാ. 10C2ന്റെ മീനിങ് എന്താണ്? ഇപ്പൊ നമ്മൾ വന്നു അവിടം വരെ എത്തി. എന്താ ഇഷ 10C2 എന്ന് പറഞ്ഞതിന്റെ മീനിങ്? ഈ 10 എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ടെന്ന്. 2 എന്തോ എത്ര, ഹൗ മച്ച് എത്ര എണ്ണം നമ്മൾ എടുക്കാം. എടുത്തു. സെലക്ട് ചെയ്യുന്നു. ഇച്ചിരി വ്യക്തമാവാനുണ്ട്. ആകെ 10 എണ്ണം ഉണ്ട്. 10 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം എടുക്കുന്നു. 10 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം എടുക്കുന്നതിന് 10C2 എന്ന് പറയണമെന്നില്ലല്ലോ. ആകെ 10 എണ്ണം ഉണ്ട്, ഞാൻ സമ്മതിച്ചു. നമ്മൾ എടുക്കുന്നത് 2 എണ്ണമാണ്. ആകെ ഉള്ളതാണ് മോളിൽ കൊടുക്കുന്നത് 10C2. 2 എന്ന് പറഞ്ഞത് 2 എണ്ണമാണ് എടുക്കുന്നത്. ഇനി ആ 10C2 എന്ന് പറയുമ്പോൾ വേറൊരു നമ്പറാണ് കിട്ടുന്നത്. അത് എന്തിനാ സൂചിപ്പിക്കുന്നത്? ആ 10C2 എന്ന് പറയുന്ന നമ്പർ എന്തിനാ സൂചിപ്പിക്കുന്നത്? എത്ര മാർഗം ഉണ്ട് അത് കിട്ടാനെന്ന്. എത്ര രീതിയിൽ എടുക്കാം, അതാണ് 10C2ന്റെ മീനിങ്. 10 ഒബ്ജക്റ്റിൽ നിന്ന്, ഇന്നലെ നമ്മൾ എന്തോരം പ്രാവശ്യം പറഞ്ഞതാ, 10 ഒബ്ജക്റ്റിൽ നിന്ന് 2 ഒബ്ജക്റ്റ് എത്ര രീതിയിൽ എടുക്കാം, അതാണ് 10C2. 10 ഒബ്ജക്റ്റിൽ നിന്ന് 2 ഒബ്ജക്റ്റ് എത്ര രീതിയിൽ എടുക്കാം. ഇന്നലെ ISL ഫുട്ബോൾ മാച്ച് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വളരെയധികം നേരം പ്രസംഗിച്ചത് അതിനെ പറ്റി. 11 ടീമുണ്ട്, 11 ടീമിൽ നിന്ന് 2 ടീമിനെ എങ്ങനെ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി അധികം സംസാരിച്ചതാ. 10 ഒബ്ജക്റ്റിൽ നിന്ന് 2 ഒബ്ജക്റ്റ് എത്ര രീതിയിൽ എടുക്കാം, അതാണ് 10C2. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കണത്? 21 പോയിന്റ് ഉണ്ട്. 21 പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് എത്ര കൂട് വരയ്ക്കാം എന്നാണ് ചോദിച്ചേക്കണത്. 21 പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് എത്ര കൂട് വരയ്ക്കാം? അപ്പോൾ അതെങ്ങനെ ഉത്തരത്തിലേക്ക് വരും? അക്മലെ സാറേ 20 + 19 + അങ്ങനെ ഇതൊരു നമുക്ക് കിട്ടത്തില്ലേ? അല്ല, അങ്ങനെയല്ല. ഇനി അങ്ങനെയല്ല ചെയ്യണേ. അങ്ങനെ നമുക്ക് ഉത്തരം കിട്ടത്തില്ല. ഉത്തരം കിട്ടിയ പോരെ. ഉത്തരം കിട്ടും. ഇനി അങ്ങനെ ചെയ്തോണ്ടിരുന്നിട്ട് കാര്യമില്ല. അതിനാണെങ്കിൽ നമ്മൾ ഈ കോമ്പിനേഷൻ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ലായിരുന്നോ? അത് സാറേ ഞാൻ ഇന്നലെ പകുതി ക്ലാസ്സിൽ കയറിയുള്ളതാണ്. എനിക്ക് ഇന്നലെ വയ്യായിരുന്നു. ഇനി മ്യൂട്ട് ചെയ്യാം. എന്തായിരിക്കും ഗ്രേസേ? അറിയില്ല. നിങ്ങൾ ആരും ഒന്നും തുറന്നു നോക്കണില്ല എന്നുള്ളതിന്റെ ചുരുക്കം. ആരും ഒന്നും തുറന്നു നോക്കുന്നില്ല. എന്തായാലും നമ്മൾ പഠിച്ചാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്താ ആനന്ദ് ഭീമേ? 21 × 20/1 × 2. 21 × 20/1 × 2. ശരി, നീ ഏതാ കണ്ടുപിടിച്ചേക്കണേ? 21 21C2ന്റെ 21C2. ഞാൻ ഇന്നലെ ഫുട്ബോൾ മാച്ച് പറഞ്ഞുകൊണ്ട് ഒത്തിരി നേരം പറഞ്ഞാന്നേ. ഒരു ഫുട്ബോൾ മാച്ച് എന്ന് പറഞ്ഞാൽ 2 ടീം. അപ്പോൾ 11 ടീമിൽ നിന്ന് 2 ടീമിനെ എത്ര രീതിയിൽ എടുക്കാം? അത്രയും മാച്ച് ഉണ്ട്. ഇതിൽ എത്ര പ്രാവശ്യം പറഞ്ഞതാ? ആകെ എത്ര മാച്ച് ഉണ്ടെന്നുള്ളതിന്റെ ഉത്തരവാണ്. എത്ര മാച്ച് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ 11 ടീമുണ്ട്. ഒരു മാച്ച് നടക്കണമെങ്കിൽ 2 ടീം വേണം. ആകെ 11 ടീം. ഒരു മാച്ച് നടക്കണമെങ്കിൽ 2 ടീം വേണം. അപ്പോൾ 11 ടീമിൽ നിന്ന് 2 ടീമിനെ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? 11C2 ആണ് അതിന്റെ ആൻസർ. അതുപോലെ സെയിം ക്വസ്റ്റ്യൻ ആണിത്. സെയിം ക്വസ്റ്റ്യൻ. ആകെ 21 പോയിന്റ് ഉണ്ട്. 21 പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് എത്ര കൂട് വരയ്ക്കാന്നാ ചോദിച്ചേക്കണത്. കോഡ് വരയ്ക്കണമെങ്കിൽ, ഒരു കോഡ് വരയ്ക്കണമെങ്കിൽ 2 പോയിന്റ് വേണം. വേണ്ടേ?
രണ്ട് പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ചാലേ കോഡ് വരയ്ക്കാൻ പറ്റുള്ളൂ. രണ്ട് പോയിന്റുകൾ തമ്മിൽ, സർക്കിളിലുള്ള രണ്ട് പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ച് വരച്ചു കഴിഞ്ഞാൽ അത് കോഡായി. അപ്പോൾ ഏത് രണ്ട് പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ചാലും അത് കോഡാണ്. നമ്മളിവിടെ ഒരു സർക്കിൾ വരച്ചല്ലോ, ഈ സർക്കിളിനകത്തുള്ള ഏത് രണ്ട് പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ചാൽ ഒരു കോഡാണ്. ഇത് ഇവിടുത്തെ ഒരു കോഡാണ്. ഇത് വേറെ കോഡാണ്. ഏത് രണ്ട് പോയിന്റ് യോജിപ്പിച്ചാലും കോഡാണ്. സർക്കിളിലുള്ള ഏത് രണ്ട് പോയിന്റ് യോജിപ്പിച്ചാലും കോഡാണ്. അപ്പോൾ 21 പോയിന്റിൽ നിന്ന് 2 പോയിന്റ് എത്ര രീതിയിൽ എടുക്കാം? അതാണ് അതിന്റെ ആൻസർ. അല്ലാണ്ട് ഈ ക്വസ്റ്റ്യൻ കാണുന്നത് കഴിയുമ്പോൾ ഇത് കോമ്പിനേഷൻ ആണെന്നും സെലക്ഷൻ ആണെന്നും ഒക്കെ നിങ്ങൾ സ്വയം മനസ്സിലാക്കേണ്ടി വരും. വേറെ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ക്വസ്റ്റ്യനകത്ത് 5 into 10C2 അല്ലെങ്കിൽ 7C3 അങ്ങനെയൊന്നും ആയിരിക്കില്ല ക്വസ്റ്റ്യൻ. ഇതുപോലെ വേർഡ് പ്രോബ്ലം ആയിട്ട് തരും. ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ അത് കോമ്പിനേഷൻ ആണെന്നും ഇവിടെ N21 ആണെന്നും R2 ആണെന്നും അതൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് സ്വയം മനസ്സിലാക്കി എടുക്കേണ്ടി വരും. അപ്പോൾ ഇതിന്റെ ആൻസർ ഇതാണ്. കോഡ് വരയ്ക്കണം. കോഡ് വരയ്ക്കണമെങ്കിൽ എത്ര പോയിന്റ് വേണം? 2 പോയിന്റ് വേണം. ആകെ എത്ര പോയിന്റ് ഉണ്ട്? 21 പോയിന്റ് ഉണ്ട്. അപ്പോൾ 21C2 ആണ് ആൻസർ. 21C2. 21C2 കണ്ടുപിടിച്ചോ. 21C2. 21C2 ഈക്വൽ ടു ആനന്ദ് പറഞ്ഞ ശരിയായിരുന്നു കേട്ടോ. 21 into 20 by 1 into 2. 1 into 2 എത്ര വരും സന? ഇത് പെട്ടെന്ന് പറ. ചെയ്യാൻ പാകത്തിന് ഒത്തിരി ഒന്നും ഇല്ല. 21 into 20 by 1 into 2. 210. ആ സനട്ടെ 210 തന്നെ കിട്ടിയ അല്ലെ? ഒരു 10 ഒക്കെ വരയ്ക്കാൻ പറ്റൂല ഇപ്പൊ. 210 ആയി പോയെന്നുള്ളൂ കേട്ടോ. 10 എന്ന് പറഞ്ഞ എന്റെ ആൻസറേ 210. ആ അത്രയ്ക്ക് വ്യത്യാസമുണ്ട്. എത്ര കോഡ് വരയ്ക്കാം? 21 പോയിന്റിൽ നിന്ന് 2 പോയിന്റ് വീതം എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? അതാണ് അതിന്റെ ആൻസർ. ഈ ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങൾ ആ പോയിന്റിലേക്ക് എത്തണം. ആ രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കണം. ശരി, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. ക്വസ്റ്റ്യൻ നമ്പർ 4. In how many ways a team of 3 boys and 3 girls be selected from 5 boys and 4 girls? ക്വസ്റ്റ്യൻ എല്ലാവരും ശരിക്കും വായിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ച് മനസ്സിലാക്കണം. Find the number of ways of in how many ways can a team of 3 boys? 3 boys വേണം. ഒരു ടീമിനകത്ത് 3 ബോയ്സും വേണം, 3 ഗേൾസും വേണം. ഫ്രം 5 ബോയ്സ്, മൊത്തം 5 ബോയ്സ് ഉണ്ട് കേട്ടോ. 5 ബോയ്സിലുണ്ട് ആൻഡ് 4 ഗേൾസ്. 5 ബോയ്സ് ആൻഡ് 4 ഗേൾസ്. ആകെ 5 ബോയും 4 ഗേളും ഉണ്ട്. അതിനകത്തുനിന്ന് 3 ബോയിനെയും 3 ഗേളിനെയും, ഈ 6 പേര് അടങ്ങുന്നതാണ് ഒരു ടീം. 6 പേര് അടങ്ങുന്നതാണ് ഒരു ടീം എന്ന് പറയുന്നത്. എത്ര രീതിയിൽ ഈ ടീം ഉണ്ടാക്കാം എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് കേട്ടോ. ആലോചിച്ച് നോക്കുക. എത്ര രീതിയിൽ ഈ ടീം ഉണ്ടാക്കാം? ആലോചിച്ചോ? ഞാൻ ചോദിക്കുന്ന ആൾ ഉത്തരം പറഞ്ഞു കേട്ടോ. ആലോചിച്ച് നോക്കിക്കൊള്ളുക. മുഹസിൻ പറ. നിനക്ക് എന്തൊക്കെ കിട്ടി? കേക്കട്ടെ. നീ പറഞ്ഞോ. തെറ്റോ ശരി എന്തൊക്കെ ആയിക്കോട്ടെ, ധൈര്യമായിട്ട് ഉത്തരം പറയുക കേട്ടോ. 3 ബോയും 3 ഗേളും വേണ്ടേ? 3 ഗേളും 3 ബോയും വേണം. 6 പേരുണ്ട് ടീമില്. 3 ബോയ് വേണമെന്ന് നിർബന്ധമാണ്. 6 പേരുള്ള ടീമാണ്. 3 ബോയും വേണം, 3 ഗേളും വേണം. ആ എണ്ണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമൊന്നും പറ്റില്ല. ആകെ 5 ബോയും ഉണ്ട്, 4 ഗേളും ഉണ്ട് അല്ലെ? ആകെ 5 ബോയും 4 ഗേളുമാണ് ഉള്ളത്.
ഓക്കെ, പറയടാ, പെട്ടെന്നാവട്ടെ. സാർ എനിക്ക് അറിയില്ല സാർ. നീ ആലോചിച്ച് നോക്ക. നീ എത്ര ആൺകുട്ടി വേണം? 3 ആൺകുട്ടി വേണം. എത്ര ആൺകുട്ടികൾ അവിടെ ആകെയുണ്ട്? 5. 5 പേരുണ്ട്. 5 പേരിൽ നിന്ന് 3 പേരെ വേണം. എങ്ങനെ എടുക്കാം? 5C3. 5C3. 5 ആൺകുട്ടികളിൽ നിന്ന് 3 ആൺകുട്ടികളെ എടുത്തേ പറ്റുള്ളൂ. ആകെ 5 ആൺകുട്ടികളെ ഉള്ളൂ. ടീമിനകത്ത് 3 ആൺകുട്ടികൾ നിർബന്ധമായും വേണം. അപ്പോൾ 5 ആൺകുട്ടികളിൽ നിന്ന് 3 ആൺകുട്ടികളെ എടുക്കാനുള്ള മാർഗം 5C3 ആണ്. 5C3 കഴിഞ്ഞിട്ട് എഴുതാം കേട്ടോ. 5 ആൺകുട്ടികളിൽ നിന്ന് 3 ആൺകുട്ടികളെ എടുക്കാനുള്ള മാർഗം 5C3 ആണ്. ദെൻ അടുത്തായിട്ട് ബാക്കി എന്താ പറഞ്ഞേക്കണത്? ടീം ആയില്ലല്ലോ, ബാക്കി കംപ്ലീറ്റ് ചെയ്തേ ഭീമ. കേട്ടില്ല മോളെ, ഒന്നും കേട്ടില്ല. ഒന്നുകൂടെ പറഞ്ഞു നോക്കട്ടെ. മ്യൂട്ട് ചെയ്തോട്ടോ, മ്യൂട്ട് ചെയ്തു. ഒന്നും ക്ലിയർ അല്ല, മ്യൂട്ട് ചെയ്തോടുക. ആദിൽ മുജീബേ, ഇനി എന്ത് വേണം? സാർ ആ 5 × 4 × 3 by. എടാ, ഇതെങ്ങനെ കാണണെന്നല്ല ഞാൻ ചോദിക്കണത്. ഇത് നമുക്ക് പിന്നെ കാണാം. 5 ആൺകുട്ടികളിൽ നിന്ന് 3 ആൺകുട്ടികളെ 5C3 രീതിയിൽ എടുത്തു. 5 ആൺകുട്ടികളിൽ നിന്ന് 3 ആൺകുട്ടികളെ 5C3 എടുക്കാം. ടീമിനകത്ത് ആൺകുട്ടികൾ മാത്രമല്ലല്ലോ ഉള്ളൂ, ഇനിയും ഉണ്ടല്ലോ. 3 പെൺകുട്ടികളോടെ വേണ്ടേ? അവരെ എങ്ങനെ കിട്ടും? 4C3 ബേസിൽ കിട്ടും. 4 പെൺകുട്ടികളിൽ നിന്ന് 3 പെൺകുട്ടികളെ 4C3 ബേസിൽ കിട്ടും. രണ്ടും 2 നമ്പർ ആണ് കേട്ടോ. അതൊക്കെ നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം. അത് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ കണ്ടുപിടിക്കാം. ആകെ 5 ആൺകുട്ടികളുണ്ട്. ടീമിനകത്ത് 3 പേര് വേണം. 5 ആൺകുട്ടികളിൽ നിന്ന് 3 പേരെ 5C3 ബേസിൽ എടുക്കാൻ പറ്റും. 4 പെൺകുട്ടികളുണ്ട്, 3 പേര് ടീമിൽ വേണം. അപ്പോൾ 4C3 ബേസിൽ പെൺകുട്ടികളെയും എടുക്കാം. അപ്പൊ ആൺകുട്ടികളെ ഇത്ര രീതിയിൽ എടുക്കാം, പെൺകുട്ടികളെ ഇത്ര രീതിയിൽ എടുക്കാനായി. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര ടീം എടുക്കാൻ പറ്റും? എത്ര രീതിയിൽ പറ്റും? ഇൻ ഹൗ മെനി വേസ് എ ടീം ഓഫ് 3 boys and 3 girls? എത്ര ടീം ഉണ്ടാക്കാന്ന്? ആകെ എത്ര ടീം ഉണ്ടായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. വേണേ ഒരു കാര്യം ചെയ്തോ, ഈ നമ്പർ വേണമെങ്കിൽ ഒന്ന് കണ്ടുപിടിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. ശരി, ഈ നമ്പർ കണ്ടുപിടിക്കാം. ഞാൻ പറഞ്ഞു തരാം കേട്ടോ, എന്നിട്ട് എഴുതിയാൽ മതി. ഈ 5C3 എത്ര വരും? 5C3 എത്ര വരും? എത്രയാണ് 5C3യുടെ വാല്യൂ ഇർഷാദേ? 5 × 4 × 3 by 1 × 2 × 3. ശരി, 3 വെട്ടിപ്പോ 5 × 4 20/2 10 വരും. 5C3. 4C3 4C3 എത്ര വരും? ഷാമിനെ 4C3 4 × 3 × 2 divide by 1 × 2 × 3. ശരി, 4C3 എന്ന് പറഞ്ഞാൽ 4C1 കണ്ടാലും മതി കേട്ടോ. 2 × 2 കട്ടായി പോകും, 3 × 3 കട്ടായി പോയിട്ട് 4 എന്ന് വരും. ശരി, അപ്പോൾ ഇത്ര ഉള്ളൂ. 5 ആൺകുട്ടികളിൽ നിന്ന് 3 ആൺകുട്ടികളെ 10 രീതിയിൽ സെലക്ട് ചെയ്യാം. 5 ആൺകുട്ടികളിൽ നിന്ന് 3 ആൺകുട്ടികളെ 10 രീതിയിൽ എടുക്കാം. 4 പെൺകുട്ടികളിൽ നിന്ന് 3 പെൺകുട്ടീനെ എത്ര രീതിയിലേ പറ്റുള്ളൂ? 4 രീതിയിലേ പറ്റുള്ളൂ. 4 പെൺകുട്ടികളിൽ നിന്ന് 3 പെൺകുട്ടിയെ സെലക്ട് ചെയ്യുന്നത് 4 രീതിയിൽ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ എത്ര ടീം ഉണ്ടാക്കാം? ഇവരെ ഉപയോഗിച്ചുകൊണ്ട് എത്ര ടീം ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ. എത്ര ടീം ഉണ്ടാക്കാൻ കഴിയും? രണ്ടും കൂടെ പ്ലസ് ചെയ്യുവാണോ? രണ്ടും കൂടെ പ്ലസ് ചെയ്യുവാണോ? രണ്ടും കൂടെയും പ്ലസ് ചെയ്താൽ എത്ര വരും? 40 എന്ന് വരും. 40 എന്ന് വരും. 40 എന്ന് വരും. 40 എന്ന് വരും. നോക്കാം അതാണോ ആൻസർ എന്ന്. വേറെ അഭിപ്രായക്കാരുണ്ടോ? 10C4 ആണോ സാർ?
10C 4. ആരുടെ ശബ്ദമാണത്? സാർ മുഹ്സിൻ. മൂസിൻ എന്നാണ് പറഞ്ഞേ. മൂസിൻ നീ എന്താ പറഞ്ഞേ? കേട്ടില്ല. അല്ല ഞാൻ ചുമ്മാ ചോദിച്ചാ 10C4 ആണോ? 10C4 ആണ് ഇതിൽ നിന്ന്. അല്ല ഇതിൽ നിന്ന് 10C4 അല്ല കേട്ടോ. നീ 10C4 എങ്ങനെ കിട്ടിയെന്ന് ഞാൻ ആലോചിച്ചത്. അപ്പൊ ഇപ്പോഴെനിക്കത് മനസ്സിലായത് നിന്റെ 10C4 എങ്ങനെ വന്നു. അല്ല സർ 9C3 14C 9C3 അല്ല. ഇതൊക്കെ എവിടെന്നാ നിങ്ങൾ 14C കണ്ടുപിടിക്കുന്നത്? എനിക്ക് ഐഡിയ കിട്ടില്ലല്ലോ. 10x4 ചെയ്താ പോരെ? 10x4 എന്താ ആമിന പറഞ്ഞേ? ആമിനയുടെ ആൻസർ എന്താണ്? 10x4 ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് അത് വെച്ചിട്ട്. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് വെച്ചോണ്ട്. ഓക്കെ. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 40 കിട്ടുമെന്നാണ് ആമിന പറയുന്നത്. ഐഷയുടെ അതിനല്ലേ ആൻസർ? ശരി. വേറെ ആൻസർ ഉണ്ടോ? ഇപ്പൊ 14 ഉണ്ട്, 40 ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെയോ പുതിയ കണ്ടുപിടുത്തങ്ങൾ നിങ്ങൾ പറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായുള്ളൂ. ഞങ്ങളുടെ എല്ലാ കണ്ടുപിടുത്തങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചില്ല. ആൻസർ 40 ആണ് കേട്ടോ. 40 ആണ് ആൻസർ. 40. ആൺകുട്ടികളുടെ 10 ടീമുണ്ട് അല്ലെ? 5 ആൺകുട്ടികളിൽ നിന്ന് 3 10 ടീമുണ്ട്. ഇവിടെ ആൺകുട്ടികളുടെ 10 ടീം വേണമെങ്കിൽ ABCD ഇങ്ങനെ J വരെ ഉണ്ടെന്ന് വെച്ചോ. പെൺകുട്ടികളുടെ 4 ടീമുണ്ട്. XYZW. AX ഇങ്ങനെ ഒരു ടീം ഉണ്ടാക്കാം. AY വേറെ ടീമാ. AZ വേറെ ടീമാ. AW വേറെ ടീമാ. ആൺകുട്ടികളുടെ 10 ടീമുണ്ട്, പെൺകുട്ടികളുടെ 4 ടീമും ഉണ്ട്. അപ്പൊ ആൺകുട്ടികളുടെ 1ാമത്തെ ടീമും പെൺകുട്ടികളുടെ 4 ടീമും തമ്മിൽ ഇവിടെ 4 എണ്ണായി. ഇനി ഈ BX ആവാം, BY ആവാം, BZ ആവാം, BW അങ്ങനെ 4 എണ്ണായി. അപ്പൊ ഈ ആൺകുട്ടികളുടെ ഓരോ ടീമും 4 വീതം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതായത് 10x4 ആണ് കേട്ടോ. അങ്ങനെ പറഞ്ഞാണ് കറക്റ്റ്. ബൈ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം നമുക്കിവിടെ നമ്മുടെ ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 പേരുള്ള ടീമാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ള ടീമാണ് അല്ലെ? 6 പേരുള്ള ടീമാണ്. 3 പേര് ആൺകുട്ടികളാണ്, 3 പേര് പെൺകുട്ടികളാണ്. അപ്പൊ ആദ്യം നമ്മൾ ആൺകുട്ടികളെ സെലക്ട് ചെയ്തു. അതൊരു പാർട്ടേ ആയുള്ളൂ. പെൺകുട്ടികളെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പാർട്ട്. അങ്ങനെ 2 പാർട്ട് ആക്കി കഴിഞ്ഞാൽ ബൈ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഉപയോഗിച്ചുകൊണ്ട് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മൾ പഠിച്ചിട്ടല്ലോ ആദ്യത്തെ ക്ലാസ്സിൽ. ആൻ ഇവന്റ് ക്യാൻ ഒക്കർ ഇൻ m ഡിഫറെന്റ് വേസ് followed by another event can occur in n different ways. Then the total number of occurrence of the event equal to m into n ആണ്. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 2 അതായത് 6 പേരെ വേണം. 6 പേര് എന്നുള്ളത് 3 ആയിട്ട് 2 ആയിട്ട് തിരിച്ചു. ആദ്യത്തെ പാർട്ട് 3 ആൺകുട്ടികൾ, രണ്ടാമത്തെ പാർട്ട് 3 പെൺകുട്ടികൾ. അതിന്റെ രണ്ടിന്റെയും കൂടെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് പറയുന്നത്. അപ്പൊ ആൻസർ എഴുതിക്കൊള്ളുക. എന്നിട്ട് അതിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇനി എഴുതിക്കോ. 3 boys can be selected from 5 boys. 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 ഒരു സെക്കൻഡ് ഡോക്കളെ. Three boys can be selected from 5 boys in 5C3 ways. In 5C3 ways. 3 boys can be selected from 5 boys in 5C3 ways. That is equal to കണ്ടുപിടിച്ചോ 10. That is equal to 10. That is equal to 10. ഒരു സെക്കൻഡ് ഡോക്കളെ, ഒരു മിനിറ്റ്.
ഓക്കെ, അടുത്ത ലൈനിൽ എഴുതുക കേട്ടോ. 3 girls can be selected from 4 girls. 3 girls can be selected from 4 girls. 4 girls in 4C3 ways. That is equal to 4. 4C3 കണ്ടുപിടിക്കണം കേട്ടോ. That is equal to 4. By fundamental principle of counting, by fundamental principle of counting, total number of teams equal to 10 into 4. 10 into 4 equal to 40. 10 into 4 equal to 40. ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ കുറിച്ച് വെച്ചോളണം കേട്ടോ. കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾ കുറിച്ച് വെച്ചോളണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 5. Question number 5. Find number of ways of selecting. Find number of ways of selecting 9 balls from 6 red balls, 5 white balls, and 5 blue balls if each selection consists of 3 balls of each color. ഇപ്പൊ ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ. ഇപ്പൊ ചെയ്ത പോലെ തന്നെ വായിച്ച് ചെയ്തേ. ക്വസ്റ്റ്യൻ വായിക്കുക, മനസ്സിലാക്കിയിട്ട് ഇപ്പൊ ചെയ്ത പോലെ തന്നെ സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആണ്. Question number 5. Find the number of ways of selecting 9 balls from 6 red ball under 5 white under 6 red, 5 white, 5 blue. 6 red, 5 white, 5 blue balls. 9 ball എടുക്കണം. If each selection consists of 3 balls. നമുക്ക് 9 ബോൾ എടുക്കണം ഇവിടുന്ന്. ആ 9 ബോൾ എങ്ങനെയായിരിക്കണം ഹസന സുജീറെ? 9 ബോളിനെ നമ്മൾ എടുക്കേണ്ടത് ഏത് രീതിയിലായിരിക്കണം? അതിനകത്ത് എന്തൊക്കെ വന്നം? ഉണ്ടല്ലോ, ഓരോന്നിലും 3 പ്രാവശ്യം ഓരോ കളറും വന്നു. അപ്പൊ അതായത് റെഡ് ബോൾ എത്ര എണ്ണം വേണം? 3 എണ്ണം. 3 റെഡ് ബോൾ വേണം. വൈറ്റോ? 3 വൈറ്റ് വേണം. ബ്ലൂ എത്ര എണ്ണം വേണം? 3 എണ്ണം വേണം കേട്ടോ. ആകെ 9 ബോൾ എടുക്കണം. ആ 9 ബോൾ എടുക്കണമെന്ന് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. 3 എണ്ണം റെഡ് ആയിരിക്കണം, 3 എണ്ണം വൈറ്റ് ആയിരിക്കണം, 3 എണ്ണം ബ്ലൂ ആയിരിക്കണം. ശരി, ഇതുപോലെ ചെയ്തേ. 3 റെഡ് ബോള് എത്ര രീതിയിൽ കിട്ടും? 3 റെഡ് ബോള് എത്ര രീതിയിൽ കിട്ടും? അൽഫാസെ, 3 റെഡ് ബോള് എത്ര രീതിയിൽ കിട്ടും? C3. അപ്പൊ അതിന് എഴുതി വെക്കണം കേട്ടോ. 3 റെഡ് ബോൾസ് ക്യാൻ ബി സെലക്ടഡ് ഫ്രം 6 റെഡ് ബോൾസ്. 3 റെഡ് ബോൾസ് ക്യാൻ ബി സെലക്ടഡ് ഫ്രം 6 റെഡ് ബോൾസ് ഇൻ 6 C3 ways.
3 red balls can be selected from 6 red balls in 6C3. 6C3 എത്രയാണെന്ന് കണ്ടുപിടിച്ചു വെച്ചാരെ 6 into 5 into 4 by into 2 into 3. 20 വരും. $63 equal to 20. അടുത്തത് 5 വൈറ്റ് ബോളിൽ നിന്ന് 3 വൈറ്റ് ബോൾ കിട്ടണം. എത്ര രീതിയിൽ സാധിക്കും അത്? 5 വൈറ്റ് ബോളിൽ നിന്ന് 3 വൈറ്റ് ബോൾ എത്ര രീതിയിൽ സാധിക്കും തോമസേ? 5 into 4 into 3 by 1 into 2 into 3. 5 into 4 into 3 by 1 into 2 into 3. എത്ര ഒരു ആൻസർ? 10. 20 by 2. 10. ശരി, 10 വരും. 3 white balls can be selected from 5 white balls in 5C3 ways. അതുപോലെ തന്നെ അടുത്തത് കേട്ടോ. 3 blue balls can be selected from 5 blue balls in 5C3. 5C3 equal to 10 ways. Conclude ചെയ്തുകൊള്ളുക. By fundamental principle of counting, total number of ways equal to എത്രയായിരിക്കും? കൃഷ്ണന്റെ total number of ways 40. എങ്ങനെ കിട്ടിയടാ? അല്ല 20 into 10 into 10. അത് 40 ആണോടാ? അല്ല 20 into 10 into 10. നീ ആദ്യം ആഡ് ചെയ്തത് ആഡിഷൻ അല്ല, മൾട്ടിപ്ലിക്കേഷൻ. എത്ര വരും? 400. അല്ല 4000. 20 into 10 200 into 10 2000. നീ ഏതെങ്കിലും ഒരു ഉത്തരം ഉറപ്പിക്കാമോ? എനിക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ വേണ്ടിട്ട് ഇറങ്ങും. അല്ല, ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പിക്കാമോന്ന്. അതാ നല്ലത്. 2000. ഉറപ്പിക്കാം. ആമാം. ശരി, 2000. Question number 6. Question number 6. Determine the number of 5 card combinations. Determine the number of 5 card combinations out of a deck of 52 cards if there are exactly one ace in each combination. എന്താ ഫാത്തിമ സലീമെ ക്വസ്റ്റ്യന്റെ അർത്ഥം? ഡെക്കൊക്കെ എന്താ സാധനം മനസ്സിലായില്ല. വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല. ഏതാണ് അതിനകത്ത് മനസ്സിലാവാത്തത്? പറഞ്ഞോ. ഡെക്ക് എന്ന് പറഞ്ഞാ എന്താ? ഡെക്ക് ഓഫ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ ഒരു കുത്തുചീട്ട് എന്ന് പറയും. ഒരു കുത്തുചീട്ട് കേട്ടിട്ടുണ്ടോ അങ്ങനെ? ഒരു കുത്തുചീട്ടാണ് കേട്ടോ. വൺ ഡെക്ക് ഓഫ് കാർഡ്സ് ഒരു കുത്തുചീട്ട്. ഒരു കുത്തുചീട്ടിനകത്ത് എത്ര എണ്ണം ഉണ്ട്? 52. 52 എണ്ണം ഉണ്ട്. 52 ചീട്ടുണ്ട്. നീ എന്താ പറഞ്ഞേക്കണത്? ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് 5 കാർഡ് കോമ്പിനേഷൻ. 5 ചീട്ട് എടുക്കണം അല്ലെ? ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് 5 കാർഡ് കോമ്പിനേഷൻ. 5 കാർഡിന്റെ എത്ര കോമ്പിനേഷൻ ഉണ്ടെന്ന്, എത്ര സെലക്ഷൻ ഉണ്ട്. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ സെലക്ഷൻ എന്നാണ് കേട്ടോ അർത്ഥം. 5 കാർഡിന്റെ എത്ര കോമ്പിനേഷൻ ഉണ്ട് ഔട്ട് ഓഫ് എ ഡെക്ക് ഓഫ് 52 കാർഡ്സ്. പറഞ്ഞിട്ടില്ലെങ്കിലും അതാണ് കേട്ടോ പിള്ളേരെ. പറഞ്ഞിട്ടില്ലെങ്കിലും 1 ഡെക്ക് ഓഫ് കാർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 52 കാർഡ്സ് ആണ്. If there is exactly one ace in each combination, ഓരോ കോമ്പിനേഷനകത്തും ഒരു ഏസ് നിർബന്ധമാണ്. ഒരു ഏസ് നിർബന്ധമായിട്ടും വന്നു. എന്താ ഫിദ മനസ്സിലായത് ഇപ്പൊ പറഞ്ഞിരുന്നു?
ഒന്നും മനസ്സിലായില്ല. എയ്സ് എന്ന് പറഞ്ഞാൽ ആസാണോ? ആ ഏസ് എന്ന് പറഞ്ഞാൽ ആസാണ്. എന്തോ ഏസ് എന്ന് പറയുന്നത് ആസാണ്. അതാണ് അപ്പൊ ഇതാ മനസ്സിലാവാത്തെ. അല്ല, ക്വസ്റ്റ്യൻ ഒന്നും മനസ്സിലായില്ല. ക്വസ്റ്റ്യൻ വായിച്ചു, ക്വസ്റ്റ്യൻ വായിക്കുക. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാന്നുള്ളത് നിങ്ങളുടെ കഴിവാണ് കേട്ടോ. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിക്കൊള്ളണം. ഡെക്ക് ഓഫ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു കുത്തുചീട്ട്. ഏസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസാണ്. പിന്നെ എന്താ ഇതിനകത്ത് മനസ്സിലാവാത്തെ? പെട്ടെന്ന് പറ, സമയങ്ങളില്ലേ നിങ്ങള്, പെട്ടെന്ന് പറ. ക്വസ്റ്റ്യൻ വായിച്ച് എന്താണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് തന്നേക്കണമെന്ന് മനസ്സിലായാലേ നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ മനസ്സിലാവണം. ക്വസ്റ്റ്യൻ മനസ്സിലാവേണ്ട വേറെ മാർഗമില്ല. ഒന്നും മനസ്സിലായില്ലെന്ന് പറയരുത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട്. ബാക്കി നിങ്ങൾ ചോദിച്ച കാര്യമൊക്കെ ഞാൻ പറഞ്ഞു തന്നു. എന്ത് കണ്ടുപിടിക്കണം? എന്താ കണ്ടുപിടിക്കണ്ടേ ഫിദ? പെട്ടെന്ന് പറ, എന്താ കണ്ടുപിടിക്കണ്ടേ നമുക്ക്? 5 കാർഡ് കോമ്പിനേഷൻ. 5 കാർഡ് കോമ്പിനേഷൻ. എത്ര 5 കാർഡ് കോമ്പിനേഷൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. എത്ര 5 കാർഡ് കോമ്പിനേഷൻ? 5 കാർഡ് കോമ്പിനേഷൻ 5 ചീട്ടിനെ എത്ര രീതിയിൽ എടുക്കാന്നാ കേട്ടോ. 5 ചീട്ടുകളെ എത്ര രീതിയിൽ എടുക്കാം എന്നുള്ളതാണ് 5 കാർഡ് കോമ്പിനേഷൻ. 5 ചീട്ടുകളെ എത്ര രീതിയിൽ എടുക്കാം? ആകെ എത്ര ചീട്ടുണ്ട് ഫിദ? 52 ഉണ്ട്. അത് മനസ്സിലായില്ലേ? 52 ചീട്ടുണ്ട്, 52 ചീട്ടുണ്ട്. 52 ചീട്ടിൽ നിന്ന് 5 ചീട്ടുകളെ വീതം എത്ര രീതിയിൽ എടുക്കാം? പിന്നെ അതിനകത്ത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേക്കണത്? ഓരോ കോമ്പിനേഷനിലും ഒരു ഏസ വരാമോ? ഓരോ കോമ്പിനേഷനിലും ഓരോ ഏസേ വരാമുള്ളൂ. ഒരു ഏസേ വരാമുള്ളൂ. എക്സാക്ട്ലി 1 ഏസ് ആണ് കേട്ടോ. ഒന്നി കൂടുതൽ വരാനും പാടില്ല, ഒന്നി കുറയാനും പാടില്ല. എക്സാക്ട്ലി 1 ഏസ് എന്നാണ് പറഞ്ഞേക്കണത്. ഒരു കോമ്പിനേഷനകത്ത് ഒരു ഏസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഒരു കോമ്പിനേഷനകത്ത് 5 ചീട്ട് എടുത്താൽ അതിൽ ഒരെണ്ണം ഏസ് ആയിരിക്കണം. അതാണ് കണ്ടീഷൻ. പറഞ്ഞു മനസ്സിലായോ? 52 ചീട്ടിരിക്കുന്നു. 52 ചീട്ടിൽ നിന്ന് 5 ചീട്ട് എടുത്താൽ ഒരു ചീട്ട് നിർബന്ധമായിരിക്കും ഏസ് ആയിരിക്കണം. ബാക്കി 4 എണ്ണം വേറെ എന്തെങ്കിലും ആയിരിക്കണം. 52 ചീട്ടിൽ നിന്ന് 5 ചീട്ട് എടുക്കുന്നു, ഒരെണ്ണം ഏസ് ആകണം, ബാക്കിയെല്ലാം വേറെ എന്തെങ്കിലും ആയിക്കൊള്ളണം. ഏസ് വരാൻ പാടില്ല. അങ്ങനെ എത്ര രീതിയിൽ നമുക്ക് എടുക്കാം എന്നാണ് ക്വസ്റ്റ്യൻ. ചീട്ടിനെ പറ്റി കൃത്യമായിട്ട് അറിയാതിരിക്കണം കേട്ടോ. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻസിനകത്ത് അതുപോലെ പ്രോബബിലിറ്റിക്കകത്തൊക്കെ എല്ലാം കാർഡ്സിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കാർഡ്സ് അപ്പൊ ഏതെല്ലാം ടൈപ്പ് ഉണ്ട്, എത്ര ടൈപ്പ് ഉണ്ടെന്നുള്ളതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആകെ 52 കാർഡ്സ് ആണുള്ളത്. ഈ ക്വസ്റ്റ്യനിലേക്ക് വരുന്നതിന് മുമ്പ് 52 കാർഡ്സ്. അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമോ? ചീട്ടുകളുടെ എണ്ണവും കാര്യങ്ങളൊക്കെ അറിയാമോ? അങ്ങനെ എനിക്ക് പറയണ്ടല്ലോ. അറിയില്ല. ശരി, ആകെ 52 ചീട്ടാണുള്ളത് കേട്ടോ. 52 കാർഡ്സ് ഉണ്ട്. ഒരു പാക്കറ്റ് ചീട്ട് എന്ന് പറഞ്ഞാൽ 52 എണ്ണം ഉണ്ടാവും. 52 കാർഡ്സ്. ഈ 52 കാർഡ്സിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. 52 കാർഡ്സിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. എന്തൊക്കെയായിരിക്കും അത്? എങ്ങനെയായിരിക്കും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണത്? റെഡും ബ്ലാക്കും കേട്ടോ. റെഡ് ആൻഡ് ബ്ലാക്ക്. റെഡ് എത്ര എണ്ണം ഉണ്ടാവും? റെഡ് 26 ആണ് കേട്ടോ. നേർപകുതിയാണ്. 26. 52ന്റെ നേർപകുതി. 52 ചീട്ടുള്ളതിൽ 26 എണ്ണം ചുമന്ന കളറായിരിക്കും, 26 എണ്ണം കറുത്ത കളറായിരിക്കും കേട്ടോ. 52 ചീട്ട്. ഒരു കുത്ത് ചീട്ട് എന്ന് പറഞ്ഞാൽ 52 എണ്ണമാണ്. അതിനകത്ത് 26 എണ്ണം നേർപകുതി ചുമപ്പായിരിക്കും, നേർപകുതി കറുപ്പായിരിക്കും. ഈ ചുമപ്പിനെ വീണ്ടും രണ്ടായിട്ട് തിരിക്കും. ചുമപ്പിനെ തന്നെ വീണ്ടും 2 ആയിട്ട് തിരിക്കും. ഏതൊക്കെയത്? ഡയമണ്ട്സും ഹാർട്സും. ഡയമണ്ട്സ്, ഹാർട്സ്. ഡയമണ്ട്സ് എത്ര എണ്ണം ഉണ്ടാവും? 13 ഡയമണ്ട് ഉണ്ടാവും, 13 ഹേഡ്സും ഉണ്ടാവും കേട്ടോ.
നേർപകുതി 26ന്റെ നേർപകുതി 13 ഡയമണ്ടും 13 ഹേർട്സും ഉണ്ടായിരിക്കും. ഡയമണ്ടിന് ഒരു എംബ്ലം ഉണ്ടല്ലോ അല്ലെ? ഡയമണ്ട് എന്താ ഡയമണ്ട് എംബ്ലം എങ്ങനെയാ കിടക്കണത്? ഇതിനകത്ത് ഇങ്ങനെ ഒരു എംബ്ലം കാണും കേട്ടോ. ഏകദേശം എംബ്ലം കാണും ഡയമണ്ടിന്റെ. ഡയമണ്ട് ആണ് ആ ചീട്ട് എന്ന് അറിയാൻ വേണ്ടി അതിനകത്ത് എംബ്ലം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഹെഡ്സിന്റെ എംബ്ലം എന്താ? നിങ്ങൾക്ക് നല്ല പരിചയം കാണുമല്ലോ അത്. ഹെഡ്സിന്റെ എംബ്ലം ഞാൻ പണ്ട് ഇതിലും നന്നായിട്ട് വരച്ചോണ്ടിരുന്നതാണ്, ഇപ്പൊ ഇത്ര ശരിയാവണമെന്നില്ലാണല്ലോ കേട്ടോ. ഹെഡ്സിന്റെ എംബ്ലം ഷീറ്റിനകത്ത് ഇങ്ങനെ എംബ്ലം കാണും കേട്ടോ. 13 ഡയമണ്ടും 13 ഹെഡ്സും ഉണ്ട്. 13 ഡയമണ്ടും 13 ഹെഡ്സും ഉണ്ടായിരിക്കും. ദെൻ ഇതുപോലെ തന്നെ ബ്ലാക്കിനെ ഇതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്യും കേട്ടോ. ബ്ലാക്കിനെ സ്പ്ലിറ്റ് ചെയ്യും. എങ്ങനെ വരും ബ്ലാക്കിനെ? സ്പേഡ്സും ക്ലബ്സും. സ്പേഡ്സും ക്ലബ്സ്. സ്പേഡ്സ് ആൻഡ് ക്ലബ്സ് കേട്ടോ. അതാണ് എന്റെ പേര്, സ്പേഡ്സ് ക്ലബ്സ്. പേരുകളൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ പിള്ളേരെ. ഈ പേരുകളൊക്കെ ക്വസ്റ്റിനകത്ത് വരും കേട്ടോ. ഈ ക്വസ്റ്റിനകത്ത് ഇല്ലാന്നുള്ളൂ, വേറെ ക്വസ്റ്റിനകത്തൊക്കെ നമുക്ക് ആവശ്യം ആയിട്ട് വരും. പ്രോബബിലിറ്റിക്കകത്തും പെർമ്യൂട്ടേഷനകത്തൊക്കെ ഈ കാര്യങ്ങൾ വരും. സ്പേഡ്സ് എത്ര സ്പേഡ് ഉണ്ട്? 13. ക്ലബ്സും 13. മൊത്തം 13ന്റെ 4 കേട്ടോ. 13 × 4 52 വരും. സ്പേഡിന്റെ എംബ്ലം അത്ര ഒരു ഇല പോലെ ഇരിക്കും കേട്ടോ. ഒരു ഇലയുടെ ഷേപ്പിൽ വരും. അത്ര ശരിയാവുന്നുണ്ടാവില്ലായിരിക്കും, എന്നാലും ഏകദേശം വരും കേട്ടോ. സ്പേഡിന്റെ എംബ്ലം ഈ രീതിയിൽ വരും. പിന്നെ ഹെഡ്സ് ആണ് കേട്ടോ. ഹെഡ്സ് ഏകദേശം ഒരു പൂ പോലെ ഇരിക്കും. ഹെഡ്സ് അല്ല, ക്ലബ്സ്. ബ്ലാക്ക് കളറിൽ കേട്ടോ, ക്ലബ്സ്. എത്ര ഓക്കെയാണോ? ആകെ 52 ചീട്ടാണുള്ളത്. 52 ചീട്ടിനെ 2ആയിട്ട് തിരിക്കുന്നു. ചുമപ്പ്, കറുപ്പ്. നേർപകുതി 26 ചുമപ്പാണ്, 26 കറുപ്പാണ്. ചുമപ്പിനെ 2ആയിട്ട് വീണ്ടും തിരിക്കും. ഹെഡ്സ് ആൻഡ് ഡയമണ്ട്സ് 13 വീതം ഉണ്ടായിരിക്കും. കറുപ്പിനെ വീണ്ടും 2ആയിട്ട് തിരിക്കും. സ്പേഡ് ആൻഡ് ക്ലബ്സ്, അതും 13 വീതം ഉണ്ടായിരിക്കും. ഇനി വീണ്ടും ഡയമണ്ട്. ഈ ഡയമണ്ടിനകത്ത് ഏതൊക്കെ ഐറ്റംസ് വരും എന്ന് പറഞ്ഞു? ഈ 13 ഡയമണ്ട് ചീട്ടുകൾ ഏതൊക്കെയായിരിക്കും? 13 ഡയമണ്ട് ചീട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വീനും ജാക്കും ഏസും പിന്നെ നമ്പറുകള് 10 അല്ല 9 വരെയാണ്. നമ്പറുകള് 10 വരെയാണ് കേട്ടോ. 1 ഇല്ല, 2 മുതലാണ്. നമ്പർ കാർഡ്സ് ആട്ടോ പിള്ളേരെ. നമ്പർ കാർഡ്സ്, അതായത് 2 എന്ന നമ്പർ ഉള്ള ഒരു ചീട്ടുണ്ടായിരിക്കും. 2 എന്ന നമ്പർ എഴുതിയിട്ടുള്ള ഒരു ചീട്ടുണ്ടായിരിക്കും. 2. അതുപോലെ 3, 4, 5, 6, 7, 8. ബാക്കിയുള്ളതിൽ എഴുതൂല കേട്ടോ. ബാക്കി എല്ലാത്തിലും ഇത് തന്നെയാണ് കേട്ടോ. 2, 4, 5, 6, 7, 8, 9, 10. 2 മുതൽ 10 വരെയുള്ള നമ്പറുകൾ 9 ചീട്ടായില്ലേ? 2 മുതൽ 10 വരെയുള്ള നമ്പറുകളുണ്ട്. 9 ചീട്ടായി. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എയ്സ് ഉണ്ടാവും. എയ്സ്, ആസ് കേട്ടോ. നിങ്ങൾ പറഞ്ഞ ആസ്, എയ്സ് ഉണ്ടാവും. ദെൻ കിങ് ഉണ്ടാവും. കിങ്, ക്യൂൻ, കിങ്, ക്യൂൻ. ഓർമ്മ ഉണ്ടല്ലോ. ജോക്കർ. കിങ്, ജോക്കർ ഇല്ലടാ. ജോക്കർ ഇല്ല. പ്രോബ്ലം കിട്ടി കഴിയുമ്പോ ആവാണ്ടിരുന്നാ മതി കേട്ടോ. ജോക്കർ നമ്മൾ 52 എണ്ണത്തിന്റെ കൂടെ പെടുത്തൂല കേട്ടോ. ഈ 52 ചീട്ടിന്റെ കൂടെ നമ്മള് ജോക്കറിനെ പെടുത്തില്ല കേട്ടോ. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോ ജോക്കർ ഇല്ല. 2, 3, 4, 5, 6, 7, 8, 9, 10.
2 മുതൽ 10 വരെയുള്ള നമ്പർ കാർഡ്സ്. പിന്നെ ഒരു എയ്സ് ഉണ്ട്. എയ്സ് പറഞ്ഞാൽ എ എന്ന് എഴുതിയേക്കണ കാർഡ് കേട്ടോ. എയ്സ് എയ്സ് ഉണ്ട്. കിങ്ങിനകത്ത് എന്തായിരിക്കും എഴുതിയേക്കണത്? കെ. ക്യൂവിനകത്ത് ക്യൂ, ജാക്കിനകത്ത് ജെ. എല്ലാത്തിലും ഇതുപോലെ ആട്ടോ പിള്ളേരെ. ഇപ്പൊ ഞാൻ ഡയമണ്ട്സിന്റെ കാര്യമാണ് പറഞ്ഞത്. ഹെഡ്സിൽ ഇതുപോലെ ഇത്രയും കാർഡുണ്ട്, ക്ലബ്സിൽ ഇത്ര ഉണ്ട്, സ്പേഡിലും ഇത്ര ഉണ്ട്. ഇതിനകത്ത് ഈ അവസാനത്തെ 3 എണ്ണം ഞാൻ എഴുതിയിരിക്കുന്ന ഈ അവസാനത്തെ 3 എണ്ണം കിങ്, ക്യൂൻ, ജാക്ക്, ഇവയ്ക്ക് 3 എണ്ണങ്ങളുടെയും കൂടി ഒരു പേര് പറയും. കിങ്, ക്യൂൻ, ജാക്ക്. ഫേസ് കാർഡ് എന്നാണ് പറഞ്ഞത് കേട്ടോ. ഫേസ് കാർഡ്. അതിനകത്ത് പടമുണ്ട്, പടം കേട്ടോ. ആ 3 ചീട്ടിനകത്തും പടമുണ്ട്. കിങ്ങിനകത്ത് ഒരു രാജാവിന്റെ പടമുണ്ട്, ക്യൂവിനകത്തൊരു രാജ്ഞിയുടെ പടമുണ്ട്, ജാക്ക്. അതെന്താ ജാക്ക്? എന്തോട്ടെ, അതിനകത്തൊരു പടമുണ്ട് കേട്ടോ. ഫേസ് കാർഡാണ്, ഫേസ് കാർഡാണ്. 3ഉം ഫേസ് കാർഡാണ്. കിങ്, ക്യൂൻ, ജാക്ക്. അതിന്റെ നേരെ എഴുതി വെച്ചിട്ടോ ഫേസ് കാർഡ്സ്. ഫേസ് കാർഡ്സ്. ഇത്ര ഐഡിയ ഉണ്ടായിരിക്കണം കേട്ടോ. ഇത്ര ഐഡിയ ഉണ്ടായിരിക്കണം. ഒരു കുത്തു ചീട്ടിനകത്ത് ഇത്ര സ്ഥാനങ്ങളാണ് വരുന്നത്. ആകെ 52 എണ്ണം. അതിനകത്ത് 26 എണ്ണം ചുമപ്പ്, 26 എണ്ണം കറുപ്പ്. ചുമപ്പിനെ ഹെഡ്സ്, ഡയമണ്ട്സ് എന്ന് 13 എണ്ണം വീതം വീണ്ടും തിരിച്ചിരിക്കുന്നു. 1 സ്യൂട്ട് എന്നാണ് പറഞ്ഞോ. വരും, നമുക്ക് വരും, വീണ്ടും നോക്കാം. അതുപോലെ തന്നെ കറുപ്പിനെ ക്ലബ്സ്, സ്പേഡ്, അങ്ങനെ വീണ്ടും 2 ആയിട്ട് തിരിച്ചിരിക്കും. ഓരോന്നിലും 13 എണ്ണം വീതമുണ്ട്. ഈ 13നകത്ത് 2 മുതൽ 10 വരെയുള്ള നമ്പർ ഉണ്ട്, എ ഉണ്ട്, കിങ്, ക്യൂൻ, ജാക്ക്. കിങ്ങും ക്യൂനും ജാക്കുമാണ് ഫേസ് കാർഡ്സ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരെ. വീണ്ടും ഒന്നും വായിച്ചു നോക്കി, എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ നോക്കി. ഇനി വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ നോക്കി. കിട്ടിയോ? ഉത്തരം കിട്ടിയോ? നമ്മളോട് ഇവിടെ പറഞ്ഞേക്കണത് 52 കാർഡിൽ നിന്ന് 5 എണ്ണം എടുക്കാനാണ് കേട്ടോ. അപ്പൊ പ്രത്യേകിച്ച് ഇവിടെ കണ്ടീഷൻ ഉണ്ട് കേട്ടോ പിള്ളേരെ. കണ്ടീഷൻ തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ അതിന്റെ ആൻസർ എന്താന്ന് പറയാമോ? 52 ചീട്ടിൽ നിന്ന് 5 ചീട്ട് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കണ്ടീഷൻ ഒന്നും ഇല്ലെങ്കിൽ അതിന്റെ ആൻസർ എന്തായിരിക്കും സൻഷാദെ? 52C5. 52C5 ആണ് ആൻസർ കേട്ടോ. ഇവിടെ അല്ല കേട്ടോ, ഇവിടെ അല്ല. 52C5 ആണ്. പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലത്തെ ആൻസർ. നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ 5 എണ്ണത്തിൽ ഒരെണ്ണം നിർബന്ധമായും എയ്സ് ആയിരിക്കണം. അപ്പൊ നമ്മൾ അതിനെ 2 ആയിട്ട് തിരിക്കുവാണ്. ഈ നമ്മൾ ഇത്ര ആ ബോളിന്റെ പ്രോബ്ലം ഒക്കെ പറഞ്ഞില്ലേ, ബോളിന്റെ പ്രോബ്ലം ഒക്കെ പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെയാണ്. 52 ചീട്ടാണ് ആകെയുള്ളത്. ഈ 52 ചീട്ടുകളിൽ നമുക്ക് എടുക്കുമ്പോൾ 5 എണ്ണം എടുക്കണം. 52 എണ്ണത്തിൽ നിന്ന് 5 എണ്ണമാണ് നമുക്ക് എടുക്കേണ്ടത്. ശരിയാണല്ലോ? അതിനകത്ത് ഒരെണ്ണം എയ്സ് ആയിരിക്കണം. ഒരെണ്ണം എയ്സ് ആണെന്ന് പറഞ്ഞാൽ ആകെ എത്ര എയ്സ് ഉണ്ട്? ആകെ എത്ര എയ്സ് ഉണ്ട് കൃഷ്ണന്റെ? 4. ആകെ 4 എയ്സ് ഉണ്ട്. ഒരു സ്പേഡ് ഉണ്ട്, ഒരു ക്ലബ്സിൽ ഒരെണ്ണമുണ്ട്, ഡയമണ്ടിലുണ്ട്, ഹെഡ്സിലുണ്ട്. ആകെ 4 എയ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഈ 52 ചീട്ടിനെ 4 എയ്സ്, ബാക്കി 48 എണ്ണം, ബാലൻസ് 48 എണ്ണം കേട്ടോ. ഇങ്ങനെ 2 ആയിട്ട് തിരിക്കേണ്ടി വരും. പറഞ്ഞ മനസ്സിലായോ? 52 ചീട്ടുള്ളതിനെ നമുക്ക് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. 4 എണ്ണം എയ്സ്, ബാക്കി 48 എണ്ണം. നമുക്ക് എന്താ വേണ്ടത്? ഈ 4 എയ്സിൽ നിന്ന് ഒരെണ്ണം കിട്ടണം. ശരിയല്ലേ?
ഒരെണ്ണം നിർബന്ധമായിട്ടും എയ്സ് ആയിരിക്കണം എന്ന് പറഞ്ഞേക്കണത്. ഒരെണ്ണം നിർബന്ധമായിട്ടും എയ്സ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ 4 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം നിർബന്ധമായും എടുത്തിരിക്കണം. ബാക്കിയുള്ളതോ എയ്സ് ആവാൻ പാടില്ല, വേറെ എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ ഈ ബാക്കി 48 എണ്ണത്തിൽ നിന്ന് ഏത് കിട്ടണം? 4 എണ്ണം കിട്ടണം. ബാക്കി 48 നിന്ന് 4 എണ്ണം കിട്ടണം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്ക് വായിക്കുമ്പോൾ ഇത്രയും കാര്യം മനസ്സിലാവണം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ചെറിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. ക്വസ്റ്റ്യൻസ് ഒക്കെ ചെറുതായിരിക്കും, ക്വസ്റ്റ്യന്റെ ലെങ്തും എല്ലാം കുറവായിരിക്കും. പക്ഷെ കാര്യങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി എടുത്തോളണം. 52 ചീട്ടിൽ നിന്ന് 5 ചീട്ട് എടുക്കുക. ആ 5 ചീട്ടിൽ ഒരാള് എയ്സ് ആയിരിക്കണം. ഒരാൾ എയ്സ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ 4 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം എടുത്തേ പറ്റുള്ളൂ. 4 എയ്സിൽ നിന്ന് ഒരു എയ്സ് കിട്ടണം. ബാക്കിയുള്ള 4 പേര് എയ്സ് ആവരുത്, വേറെ ആരെങ്കിലും ആവണം. എക്സാക്ട്ലി 1 എയ്സ് എന്നാ പറഞ്ഞേക്കണത്. കൃത്യം ഒരു എയ്സേ പാടുള്ളൂ. അപ്പൊ ബാക്കി 48 എണ്ണത്തിൽ നിന്ന് 4 എണ്ണം കിട്ടണം. അപ്പൊ അത് 48C4. രണ്ടും കണ്ടുപിടിക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. പറഞ്ഞ കാര്യം മനസ്സിലായോ? നോക്കി. മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചോ, എങ്ങനെ എഴുതണ്ടേന്ന് ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞ ഐഡിയ ക്ലിയർ ആണോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വേറെ എന്തെങ്കിലും രീതി നിങ്ങൾക്ക് പറയാനുണ്ടോ? സാർ ഒരു പ്രാവശ്യം പറയൂ. ശരി, എഴുതിക്കോ സന, എന്നിട്ട് പറയാം കേട്ടോ. എഴുതിക്കോ എന്നിട്ട് ഞാൻ വീണ്ടും പറഞ്ഞുതരാം. എഴുതി നോക്ക്, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. 1 ace card can be selected from 4 ace cards. 1 ace card can be selected from 4 ace cards. 1 ace card can be selected from 4 ace cards in 4C1 ways. In 4C1 ways. എത്രയാന്ന് പിന്നെ കണ്ടുപിടിക്കാം കേട്ടോ. In 4C1 ways. 1 ace card can be selected from 4 ace cards in 4C1 ways. The remaining 4 cards will be selected from ബാക്കിയുള്ള 4 കാർഡുകൾ നമുക്ക് 5 എണ്ണം എടുക്കണം. അതിനകത്ത് ഒരെണ്ണം എയ്സ് ആണ്. The remaining 4 cards can be selected from the remaining 48 cards. The remaining 4 cards can be selected from the remaining 48 cards. Remaining 4 cards can be selected from the remaining 48 cards in 48C4 ways. In 48C4 ways. In 48C4 ways. By fundamental principle of counting. By fundamental principle of counting. By fundamental principle of counting. Total number of 5 card combinations equal to. By fundamental principle of counting, total number of 5 card combinations equal to. By fundamental principle of counting, total number of 5 card combination equal to 48C4 into 4C1. ഇത് താഴെ എത്രയാണെന്ന് കണ്ടുപിടിക്കണം കേട്ടോ. 48C4 കാണുക. എങ്ങനെ കാണാൻ ഗ്രേസ്? 48C4 ഗ്രേസ് 48 into 47 into 46 into 45. By 1 into 2 into 3 into 4. Okay. Into 4C1 എത്രയാ? 4 into 4 by 4 ആണ്. 4C1 4 ആണ് കേട്ടോ. 1 ചോദിച്ചാൽ n തന്നെയായിരിക്കും. 4C1 4 ആണ്. 10C1 10 ആണ്. 100C1 100 ആണ്. 2 into 3 into 4 24. 24ഉം 48ഉം വെട്ടിപ്പോയിട്ട് 2 വരും. കണ്ടുപിടിച്ച് എത്ര വരുമെന്ന്?
വലിയ നമ്പർ ആയിരിക്കും. എത്രയാ കിട്ടണത്? 778320. 778320. ഓക്കെ, 778320. ഇന്ന് വായിച്ചു നോക്കി. വായിച്ചു നോക്കിയിട്ട് ചോദിച്ചോ സന. സന അല്ല, ആരാണെങ്കിലും ചോദിച്ചോളൂ കേട്ടോ. സന എന്തെങ്കിലും ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് സംശയം തോന്നുന്നത് ചോദിച്ചു കൊടുക്കുക. ഒന്ന് വായിച്ചു നോക്കിയിട്ട് മനസ്സിൽ തോന്നുന്ന സംശയങ്ങൾ ചോദിച്ചു കൊടുക്കുക. സംശയമില്ലാത്തവർക്ക് അടുത്ത ക്വസ്റ്റ്യൻ ട്രൈ ചെയ്യാം കേട്ടോ. സംശയമില്ലാത്തവര് അടുത്ത ക്വസ്റ്റ്യൻ ട്രൈ ചെയ്തോളുക. 7 ട്രൈ ചെയ്തോളുക. ഇപ്പൊ ഓക്കെ സർ. ഓക്കെ ആണ്, ശരി. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ കേട്ടോ. In how many ways can one select a cricket team of 11 from 17 players, in which only 5 players can bowl, if each cricket team of 11 must include exactly 4 bowlers? ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചിട്ട് അർത്ഥം പറഞ്ഞു കേട്ടോ ഫിദ. മനസ്സിലായില്ല എന്ന് പറയരുത്. കൃഷ്ണനന്ദൻ, നീ ക്വസ്റ്റ്യൻ വായിക്കണോടെ കാണണേ? ഇതാ പറഞ്ഞോളെ, എന്തൊക്കെയാ തന്നേക്കണേ? നമുക്ക് എന്നാ കണ്ടുപിടിക്കണ്ടേ? ടീം ഓഫ് 11 ക്രിക്കറ്റ് പ്ലെയേഴ്സ്. അതില് 17 പ്ലെയേഴ്സിന് ആകെ എത്ര പേരുണ്ട്? 11. അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആകെ തന്നിരിക്കുന്ന എത്ര പേരുണ്ട്? മൊത്തം എത്ര ആൾക്കാരുണ്ട്? 17. ശരി, 17 പ്ലെയേഴ്സ് ഉണ്ട് അല്ലെ? 17 പ്ലെയേഴ്സ് ഉണ്ട്. ഇതിനകത്തുനിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതില് 5 പ്ലെയേഴ്സിനാണ് ബൗൾ ചെയ്യാൻ പറ്റുള്ളൂ. ശരി, 5 പ്ലെയേഴ്സ്. 17 കളിക്കാരുണ്ട്. 17 കളിക്കാരില് 5 പേര് ബൗളേഴ്സ് ആണ്. ശരി, അപ്പൊ ബാക്കിയുള്ളവർ ആരായിരിക്കും? ക്രിക്കറ്റ് ടീമാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് 17 കളിക്കാരുണ്ട്. 5 പേര് ബോൾ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ടീമിന്റെ സെലക്ഷൻ ആണ് കേട്ടോ. സെലക്ഷൻ എപ്പോഴും എന്താണ്? കുറച്ചധികം ആൾക്കാരുണ്ടായിരിക്കും, അതിനകത്താണ് ടീമിനെ സെലക്ട് ചെയ്യണത്. 5 പേര് ബോൾ ചെയ്യും. അപ്പൊ ബാക്കിയുള്ളവരോ ഫിദ? ക്രിക്കറ്റ് ഇഷ്ടമാണോ ഫിദ? ഇല്ല. കുറെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടണം കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ബോളർമാരല്ലാത്തവരുടെ കാര്യമായിരിക്കും. അതിനൊരു പേരുണ്ട്, അറിയാമോ? അറിയില്ല. ശരി, ആരാ ഫിദനെ സഹായിക്കണേ? പെട്ടെന്ന് പറ. എന്താ ഹസ്ന നജീബേ? ബാറ്റ്സ്മാൻ ആണോ? ബാറ്റ്സ്മാൻ. ബാറ്റ്സ്മാൻ ആയിരുന്നു. ഏതാ? എനിക്കറിയൊന്നുമില്ല. അറിയില്ല, ക്രിക്കറ്റ് കളി അറിയില്ല. ശരി, ക്രിക്കറ്റിലേക്ക് പഠിക്കണ്ടേ? ബാറ്റ്സ്മാൻ ആണോന്നൊരു സംശയമുണ്ട്. ബാറ്റ്സ്മാൻ ആയിരുന്നു കേട്ടോ. ബാറ്റ്സ്മാൻ എന്ന് പറയാം. പക്ഷെ കുറച്ച് നാൾ മുമ്പ് അവരുടെ പേരൊന്ന് മാറ്റി. ബാറ്റ്സ്മാൻ ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ബൗളർ ബാറ്റ്സ്മാൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ബാറ്റ്സ്മാൻ എന്നുള്ള പേര് കുറച്ച് നാൾ മുമ്പ്, ഒത്തിരി നാളായില്ല, കുറച്ച് നാളായുള്ള ആ പേര് മാറ്റിയിട്ട്. എന്താ പുതിയ പേര്?
ബാറ്റർ അല്ലേ? ബാറ്റർ കേട്ടോ, ബാറ്റർ എന്നാക്കി. ബാറ്റ്സ്മാൻ അതിന്റെ ആ പുല്ലിംഗം കളഞ്ഞു. വനിതാ ക്രിക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ, വനിതാ ക്രിക്കറ്റ് ഒക്കെ ഉണ്ട്. ബാറ്റ്സ്മാൻ, ബാറ്റ്സ്മാൻ എന്നുള്ള ആ മാൻ കളഞ്ഞു കേട്ടോ, ബാറ്റർ എന്നാക്കി. ബാറ്റർ ആണ്, ബാറ്റ് ചെയ്യുന്ന ആള് ബാറ്റർ. അപ്പൊ ബാക്കി 17 പേര്. ഫിദ, 17-നകത്ത് 5 പേര് ബോളറാണ്. 5 പേര് ബോളർ ആണെങ്കിൽ ബാക്കിയുള്ള എത്ര പേരുണ്ട് ഫിദ? 4 പേര്. 17 പേര് ആകെയുണ്ട്. അതിനകത്ത് 5 പേര് ബോളർ ആണെങ്കിൽ ബാക്കി 4 പേരേ ഉള്ളോ? ബാക്കിയുള്ളവർ വെള്ളം കൊണ്ടേ കൊടുക്കാൻ വന്നവരാണോ? ഇതാ ആകെ 17 കളിക്കാരില്ലേ, അതിനകത്ത് 4 പേര് ബോളറാന്ന് പറഞ്ഞു. ബാക്കി എത്ര പേരുണ്ട്? പതിനൊന്ന്. എത്ര ഭീമ? 12. ചോ ഇപ്പൊ കേൾക്കാം മക്കളെ? സൗണ്ട് ഓക്കെ ആണോ? ശരി ശരി, ഓക്കെ. അപ്പൊ എത്ര ബാറ്റർ ഉണ്ടെന്നൊന്ന് പറഞ്ഞ നീ. 5 ബോളർ ഉണ്ടെങ്കിൽ എത്ര പേരാണ് ബാറ്റർ? എത്ര അൽഫാസേ? 12. ശരി ശരി, 12. 5 ബോളറും 12 ബാറ്ററും ആണ് കേട്ടോ. ഒരു ക്രിക്കറ്റ് ടീമിന്റെ സെലക്ഷൻ ആണ്. ക്രിക്കറ്റ് ടീമിന്റെ സെലക്ഷൻ ആണ്. 17 പ്ലേയേഴ്സ് ആണുള്ളത്. അതിനകത്ത് 5 പേര് ബോളേഴ്സ് ആണ് തന്നിട്ടുണ്ട്. ബാക്കി 12 പേര് ബാറ്റർ ആണ്. ബാക്കി 12 പേര് ബാറ്റർ. 12, 5, 17. ശരി, ഇനി നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് എന്താണ് വേണ്ടത് ഇവിടെ? 11 പേരെയാണ് സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. ഹൗ മെനി വേസ് വൺ സെലക്ട് എ ക്രിക്കറ്റ് ടീം ഓഫ് 11? 11 പേരെ സെലക്ട് ചെയ്യണം. From 17 players, in which only 5 players can bowl, if each cricket team of 11 must include exactly 4 bowlers. നമുക്ക് 11 പേരുള്ള ടീമിനെയാണ് എടുക്കേണ്ടത്. 11 പേരുള്ള ടീമിനെ എടുക്കണം. ഈ 17 പേരിൽ നിന്ന് നമുക്ക് 11 പ്ലേയേഴ്സിന് വേണം. 11 പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്യണം. അതിനകത്ത് കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഈ 11 പ്ലേയേഴ്സിനകത്ത് എന്താ കണ്ടീഷൻ തന്നേക്കണത് സന? 11 പ്ലേയേഴ്സിനെ നമ്മൾ എടുക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? മനസ്സിലായില്ല സർ. 11 പ്ലേയേഴ്സിനെ എടുക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന്, എന്താണ് കണ്ടീഷൻ തന്നേക്കണത്? 4 പേര് ബോളേഴ്സ് ആയിരിക്കണം. എക്സാക്ട്ലി എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വായിക്കണം കേട്ടോ. എക്സാക്ട്ലി 4 ബോളേഴ്സ്. ഈ ടീമിനകത്ത് 4 പേര് ഉറപ്പായിട്ടും ബോളർ ആയിരിക്കണം. 4 പേര് ബോളർ ആയിരിക്കണം. 17 പേരുണ്ട്. അതിനകത്ത് 11 പേരുള്ള ഒരു ടീം എടുക്കണം. 11 പേരിൽ 4 പേര് നിർബന്ധമായും ബോളേഴ്സ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവർ ആരായിരിക്കണം? ബാക്കി എത്ര പേര് വേണം? ബാക്കി എത്ര പേര് വേണം? എത്ര ഷാമിനെ? 7 പേര്. അവരാരായിരിക്കും? ബാറ്റർ. 7 ബാറ്റർ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. 5 ബോളറിൽ നിന്ന് 4 ബോളറെ എത്ര രീതിയിൽ എടുക്കാം, അല്ലെ? 5 ബോളറിൽ നിന്ന് 4 ബോളറെ എത്ര രീതിയിൽ എടുക്കാം? അതുപോലെ 12 ബാറ്ററിൽ നിന്ന് 7 ബാറ്ററെ എത്ര രീതിയിൽ എടുക്കാം? ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് അനുസരിച്ച് അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അത്രയും കാര്യം നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കണം. ക്ലിയർ ആണോ? ആകെ 17 കളിക്കാര്. 17 പേരിൽ 5 പേര് ബോളറാണ് തന്നിട്ടുണ്ട്. അപ്പൊ ബാക്കി 12 പേര് ആരാണ്? ബാറ്ററാണ്. 17ൽ 5 പേര് ബോളർ ആണെങ്കിൽ 12 പേര് ബാറ്ററാണ്. നമ്മൾ എടുക്കേണ്ട ടീമിനകത്ത് 11 പേര് വേണം. ആ 11ൽ 4 പേര് ഉറപ്പായിട്ടും ബോളർ ആയിരിക്കണം. 4 പേര് ബോളർ ആണെങ്കിൽ ബാക്കി 7 പേര് ആരായിരിക്കണം? ബാറ്റർ ആയിരിക്കണം.
അപ്പോൾ ഇവിടെ ടീം എന്ന് പറഞ്ഞാൽ 5 ബോളറിൽ നിന്ന് 4 ബോളറെ എടുക്കണം, 12 ബാറ്ററിൽ നിന്ന് 7 ബാറ്ററിയും സെലക്ട് ചെയ്യണം. എഴുതിക്കോ. 4 bowlers can be selected from 4 bowlers can be selected from 4 bowlers can be selected from 5 bowlers. 4 bowlers can be selected from 5 bowlers. 4 bowlers can be selected from 5 bowlers in 5C4 ways. 4 bowlers can be selected from 5 bowlers in 5C4 ways. The remaining 7 players, batter on top. The remaining 7 players can be selected from 12 players. The remaining 7 players can be selected from 12 players in 12C7 ways. In 12C7 ways. The remaining 7 players can be selected from 12 players in 12C7 ways. In 12C7 ways. By fundamental principle of counting, total number of selection equal to, by fundamental principle of counting, total number of selection equal to 5C4 into 12C7. 5C4 into 12C7. എത്രയാണെന്ന് കണ്ടുപിടിച്ചേ? 5C4 into 12C7. ആ രണ്ടും കൂടെയും കൂടുമ്പോഴാണ് കേട്ടോ ആ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ആ സെലക്ഷൻ തീരണത്. ബോളറേയും എടുക്കണം, ബാറ്ററേയും എടുക്കണം. രണ്ടും കൂടെയും കൂടുമ്പോഴാണ് തീരുന്നത്. അതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതിന്റെ വ്യത്യാസം നാളെ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമാവും കേട്ടോ. നാളെ കുറച്ചുകൂടെ വ്യക്തമാക്കാം നമുക്ക്. C4 എത്രയാ? പറയാമോ? 5C4 എത്രയാന്ന് ചോദിച്ചാ മൾട്ടിപ്ലൈ ഒന്നും ചെയ്യാണ്ട് പെട്ടെന്ന് പറയാമോ? 5C4 equal to 5. എങ്ങനെയായിട്ട്? 5C1. ഓക്കെ ഗുഡ്. 5C4 എന്ന് പറഞ്ഞാൽ 5C1 ആണ്. 5C4 5C1 ആണ്. 5 എന്ന് വരും. 12C7 കണ്ടുപിടിക്കുക. Twelve into 12C7. 12 into 11 into 10 into 9 into 8. 12C7 പകരം 12C5 കണ്ടുപിടിച്ചാ പോരെ? പോരെ പിള്ളേരെ? 12C7 പകരെ 12C5 കണ്ടുപിടിച്ചാലും മതി കേട്ടോ. By 1 into 2 into 3 into 4 into 5. രണ്ടും ഒന്നാണ്. 12C7 പകരം 12C5 കണ്ടുപിടിച്ചാലും മതി. നിങ്ങളുടെ സൗകര്യമുള്ള പോലെ ചെയ്തോ. എത്ര വരും എന്ന് പറഞ്ഞാൽ ആൻസർ? 3960. 3960. നമ്മൾ ഈ 1.25 മണിക്കൂർ ഇവിടെ ഇരുന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു അരമണിക്കൂറെങ്കിലും കേട്ടോ, ചുരുങ്ങിയതാണ് പറയുന്നത്. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ ഉപയോഗിക്കണം കേട്ടോ.
ഇത് അടച്ചു വെച്ചിട്ട് വെറുതെ നാളെ കാലത്തെ ക്ലാസ്സിലേക്ക് വരരുത്. പ്രോബ്ലം ഒക്കെ നോക്കണം. ചുമ്മാ എഴുതുന്ന ഫോർമുല മാത്രം പഠിച്ചാൽ പോരാ. ഫോർമുല മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല. അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്താണ്, ഏതെല്ലാം സിറ്റുവേഷനിൽ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ അപ്ലൈ ചെയ്യുന്നതൊക്കെ മനസ്സിലാവണമെങ്കിൽ പ്രോബ്ലം തന്നെ പഠിക്കണം. ഒരു അരമണിക്കൂറെങ്കിലും ചുരുങ്ങിയത്, ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും നിങ്ങൾ നോക്കിയിട്ടേ ക്ലാസ്സിൽ വരാൻ പോകും. ചുരുങ്ങിയതാട്ടോ ഞാൻ പറയണത്, കൂടുതലാവാൻ പാടില്ല എന്നില്ല. ബാക്കി നാളെ കേട്ടോ, ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Yes, sir. ഓക്കെ ഓക്കെ.